രോഗികൾക്ക് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ അവസ്ഥയിലായിരുന്നു. സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തിന്റെ ബലത്തോടെ അവരുടെ പാടുകൊടുത്തിട്ട് കർത്താവ് ചെയ്ത സർവ്വഭാഗങ്ങൾക്ക് നന്ദി പറയാൻ കർത്താവ് സഹായിക്കാൻ നമുക്ക് പോകാൻ നന്ദിയോട് സുഖിക്കുന്ന സ്തോത്രം നമുക്ക് കണ്ണുകളടങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല രാത്രിക്കാണ് നന്ദിയോട് സുഖിക്കുന്ന സ്തോത്രം. 12 മണിക്കൂറെല്ലാം കർത്താവിന്റെ കർത്തനും കാവൽ സൂക്ഷിച്ചുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് കർത്താവെ കർത്താവെ ഞങ്ങളുടെ പാടുകളിലേക്ക് അടുത്തുള്ള ദൈവം അടിയിക്കുന്ന നല്ല അവസരം കാണാൻ സ്തോത്രം പാടും രാത്രി പാലകൾക്കും എല്ലാം കർത്താവ് കൃപയും സാന്ത്വനം ദയാക്രമേയും പ്രാർത്ഥിക്കുന്നു. ആമയാണ് ശ്രദ്ധിക്കുന്നു എല്ലാ പ്രാർത്ഥിക്കാത്ത ഞങ്ങൾ ഒരുമിച്ച് നമ്മുടെ പാടുകളെ വളരെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം യേശു നാമത്തിനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പാട്ട് പാടി കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. രാത്രി കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ചേർന്ന് പാടി നമ്മുടെ കർത്താവ് ശബ്ദം ഉയർത്തി. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, വീരനാം ദൈവം, നിത്യപിതാവും, സമാധാനത്തിന്റെ പ്രഭു. ഹല്ലേലൂയ. രാത്രി സമാധാനമില്ലാത്തവർ ഹല്ലേലൂയ സമാധാനം പ്രാപിപ്പാനിടയാകട്ടെ, സൗഖ്യം പ്രാപിപ്പാനിടയാകട്ടെ. എന്നോട് ചേർപ്പാൻ വേഗം വരുന്നേ കൂടിതൻ ദൂതസൈന്യവുമായി നികാരൂഢനായി വരും തൻ പ്രിയ സുധനെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേ മശിഹ. ആഹാ Hallelujah, 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 Amen.
മക്കളെ ചേർപ്പാൻ എത്രയും വേഗം മടങ്ങി വരുന്ന കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന തിരുവചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി പ്രത്യാശയോടെ ചേർന്ന് പാടി Hallelujah. നല്ല രാത്രിക്കാൻ നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം അനുഗ്രഹമായ പല കാര്യങ്ങളോട്ട് കടന്നു പല മണിക്കൂറെല്ലാം കർത്താവിന്റെ കത്തിലും താമസം കണ്ണിനും കാൽവേശനും നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവേ ഹല്ലേലൂയ ഹോവാഴ്ച സർവാന്തരമേ അഭിഷിക്ത നാമത്തെ വാഴ്ത്തുക. എന്മനമേ ഹോവാഴ്ച ചെയ്ത ഉപകാരമാർക്കാൻ തിരുവനന്തപുരത്ത് വായിക്കുന്നത് കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദി പറയാൻ സന്ധ്യാസമയത്ത് നിങ്ങൾ കുടുംബമായി അവർ സഹായിക്കുന്ന ബന്ധുക്കൾക്കാണ് നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം. സ്വദേശത്തും കർത്താവെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കാര്യത്തിൽ ഏൽപ്പിക്കാതെ ഈ രാത്രിക്കാരിൽ ലൈവ് പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുമായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഞങ്ങളുടെ പാദങ്ങളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തെ വളരെ അനുഗ്രഹമായി വിടുതലായി തീരുക, സന്തോഷമായി തീരുക. കർത്താവെ ഒരു ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധമില്ലാത്ത വചന അനേക പ്രിയപ്പെട്ട ക്രിയ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥി രാത്രിക്കാർ ഒരു പാവിയെങ്കിലും അല്ലല്ലോ കർത്താവിനും ക്ഷീപ്പം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥി. രോഗിയെത്താലും ദുഃഖത്താലും ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കണം. അങ്ങനെ ആനപ്പെടുത്ത കരുതൽ സൗഖ്യമെടുത്തിൽ ആശ്വാസം അപ്പച്ചൻ കൽപ്പിക്കുമാറാണമേ എന്ന് പ്രാർത്ഥി. സുഷ്മദാസന കരങ്ങളത്ത് ഉപയോഗിക്കണമേ. പുരുഷന്റെ മറന്ന് സംസാരിപ്പ് അധികാരപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കും. പെടകൾ പ്രസവിക്കുന്ന ഇമ്പശബ്ദം മരങ്ങളെ തൊലിരിക്കുമാ ഇമ്പശബ്ദം കർത്താവെ ഇന്ന് രാത്രികാല അക്കാദേശ് മരുഭൂമി നടക്കി ഇമ്പശബ്ദം ഇന്ന് വൽക്കാലം ഈ രാത്രികാല ആമേ അല്ല ഓരോളത്തോട് സംസാരിക്കും. ഓരോളത്തെ ക്രിയ ചെയ്യുമാറാണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ രാത്രികാലം കർത്താവെ ഹല്ലേലൂയ അനേക ആയിരങ്ങൾക്ക് വിടുതലായി തീരുക, അനേക പ്രിയപ്പെട്ട സൗഖ്യമായി തീരുക. കർത്താവെ സമാധാനമായി സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകുന്ന ആശ്വാസത്തിന്റെ വചനമായി തീരുക. കർത്താവെ ഇടയാക്കണമേ പ്രാർത്ഥന ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയായ ദൈവമാകിയ അങ്ങ് കൂടെ ഇരുന്ന് കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. ദാസനെ ശക്തമായി ഉപയോഗിക്കണമേ. ആമേൻ ദൈവ ദൂത ദൈവ ആലോചനകൾ കർത്താവ് നൽകി തന്നു മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ പ്രതികളിലും കൊടുത്ത താഴ്ത്ത് സമർപ്പിക്കുന്നു. അവിടെ പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ ദേവദാസ് മിഷൻ ചുടു ദേശം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു നല്ല പകൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ആമേൻ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന തന്റെ മക്കളെ കോഴി തൻ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ ചിറകിന്റെ കീഴിൽ അവിടെ ഇവിടങ്ങളായി നമ്മളെ സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സന്തോഷമുള്ളവരനോട് ചേർന്ന കരങ്ങളെ തട്ടി ഓ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവിന്റെ കാലത്ത് ആമേൻ ഏലിയാവ് ആമേൻ ഒറ്റയ്ക്ക് ആമേൻ ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പണിതു. പ്രൈസ് ദി ലോർഡ്. എന്നോടൊപ്പം പണിയാൻ ആരുമില്ല, എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ആരുമില്ല, എന്നോടൊപ്പം ഉപവസിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന അനേകരെ നമുക്ക് ചുറ്റുപാടുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ അത് ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോകാതെ ആമേൻ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ പണിയാതെ ഭക്തനായ ഏലിയാവ് നിലവിളിച്ചില്ല. ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പണിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ പറഞ്ഞാട്ടെ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. ഇന്ന് പകലിലും വൃഥാ അധ്വാനിച്ചു എന്ന് പറയുന്ന അനേകരുണ്ട്. ഓ അധ്വാനിച്ചിട്ട് എന്തോ കിട്ടാനാ, വെറുതെ പോയെന്നേ, ചുമ്മാ പോയി വന്നെന്നേ. ആമേൻ. ഇന്ന് പകല് ആമേൻ ഇതുപോലെ ഒരിക്കൽ അരുമനാഥനെ അനുഗമിച്ച ആമേൻ തന്റെ അരുമ ശിഷ്യനായ പത്രോസ് ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിക്കുന്ന അനേകർ ചുറ്റുപാടുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറുതെ ആയിപ്പോയെന്ന് ഉപവാസമൊക്കെ, ചുമ്മാതായി പോയെന്ന്. ഹല്ലേലൂയ. ആമേൻ. അതെ, ആരാധിച്ചിട്ടൊന്നും കാര്യമില്ലെന്നേ, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ലെന്നേ, ആമേൻ, അധ്വാനിച്ചിട്ടൊന്നും കാര്യമില്ലെന്നേ. ഒരു രാത്രി ആമേൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശയോടെ ആമേൻ വലയും പടവും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് ആമേൻ ജീവിതം അവസാനിപ്പിച്ചെന്നല്ല, പ്രൈസ് ദി ലോർഡ്, അവസാനിപ്പിക്കേണ്ടതായി വരുമെന്ന് ചിന്തിച്ചൊതുങ്ങിപ്പോകാതെ അടുത്ത അധ്വാനത്തിനു വേണ്ടി വല കഴുകി നന്നാക്കിക്കൊണ്ടിരുന്ന ആമേൻ പത്രോസിന്റെ അരികിലേക്ക് വന്ന അരുമനാഥനായ യേശു ആമേൻ ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ, അതെ, നിരാശയുണ്ടെങ്കിലും ആമേൻ രോഗമുണ്ടെങ്കിലും കഷ്ടമുണ്ടെങ്കിലും പ്രതികൂലമുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രതീക്ഷ കൈവിടാതെ ഇന്ന് രാത്രിയിലും അതെ ദൈവവചനം ശ്രവിപ്പാനായി ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന സഹോദര സഹോദരി, കൂടപ്പിറപ്പേ, മാതാവേ, പിതാവേ, അഭിഷക്തനെ, ആമേൻ, നീ ആരെയാണ് ആശ്രയിക്കുന്നത്? നീ ആരെയാണ് വിശ്വസിക്കുന്നത്? ആമേൻ, നീ ആശ്രയിക്കുന്ന യഹോവാം യാഗിൽ ഹല്ലേലൂയ അതെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇന്ന് രാത്രി നീ ഏത് അവസ്ഥയിലായിരുന്നാലും പ്രതീക്ഷ കൈവിടാതെ അതെ പത്രോസിനെ പോലെ ആമേൻ അടുത്ത ആമേൻ ഒരു അധ്വാനത്തിനു വേണ്ടി ആമേൻ അതെ വല നന്നാക്കി കഴുകിക്കൊണ്ടിരിക്കുന്ന അതെ പത്രോസിന്റെ അരികിലേക്ക് ചെന്ന് ആഴത്തിലേക്ക് ഇറക്കി വല വീശുക എന്ന് പറഞ്ഞപ്പോ, നാഥാ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞ പത്രോസിന്റെ നിരാശ മാറുമാറ്, പത്രോസിന്റെ ആ ഭവനത്തിന്റെ അത് സാമ്പത്തിക ആമേൻ അവസ്ഥ മാറുമാറ്, ആമേൻ അത് വിശ്വാസം വർദ്ധിക്കുമാറ്, അവനെ കാണുന്നവർക്ക് ദൈവത്തിന്റെ ദൂത് പറയുവാൻ അവൻ നമുക്കായി കരുതുന്നവനാകയാൽ നമ്മുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ അതെ ദൂത് പറയുവാൻ അതെ തന്റെ ഭക്തരെ ശക്തീകരിച്ച ദൈവം ഇന്ന് രാത്രി അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവരെ തക്ക സമയത്ത് ഉയർത്തി മാനിപ്പാൻ ശക്തനാണ്. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർമ്മേലിന്റെ കൊടുമുടിയിൽ ഹല്ലേലൂയ ആമേൻ ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പണിത് കേട്ടോ. അവൻ പണിയുന്നതും ഹല്ലേലൂയ അവൻ നിലവിളിക്കുന്നതും ശ്രദ്ധിക്കുന്ന 480 പരം ആമേൻ ബാലിന്റെ പ്രവാചകന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. വെല്ലുവിളിയുടെ നടുവില ഏകനായിട്ട് നിന്ന് ആമേൻ ദൈവസന്നിധിയിൽ അതെ തൻ്റെ പണി വൃഥമായില്ല, തൻ്റെ അധ്വാനം വൃഥമായില്ല, ആമേൻ താൻ നിലവിളിച്ചത് വൃഥമായില്ല. ആമേൻ 480 പ്രവാചകന്മാരുടെ മുമ്പിൽ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ച് ആമേൻ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഏലിയാവിനെ ശക്തീകരിച്ച ദൈവം ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നമുക്ക് സമസ്വഭാവമുള്ള ഭക്തനോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് രാത്രി അതെ നീ ഒറ്റയ്ക്കായിരിക്കാം നിന്റെ ഭവനത്തിൽ മുഴങ്കാൽ മടക്കുന്നത്, നീ ഒറ്റയ്ക്കായിരിക്കാം അതെ ഇങ്ങനെ സകല ആമേൻ നീതിയും നിവൃത്തിയാക്കുന്നത് ഉചിതമെന്ന് പറഞ്ഞ് ആ സ്നാനക്കടവിലേക്ക് ഇറങ്ങി സ്നാനപ്പെട്ടത്. നിന്റെ വീട്ടിൽ നീ ഒറ്റയ്ക്കായിരിക്കാം സ്നാനപ്പെട്ട വ്യക്തി, നീ ഒറ്റയ്ക്കായിരിക്കാം ആദ്യ പിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത് പോലെ ആരാധിക്കുന്നത്. എൻ്റെ ദൈവത്തിന് അതൊന്നും വിഷയമല്ല. വൈസലോ ഇന്ന് രാത്രി അതെ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് വലിച്ചെറിയപ്പെട്ട അതെ യോഹന്നാന്റെ മുൻകാലം നോക്കിയാൽ അതെ 12 പേർ ഒരുമിച്ച് ഇരുന്ന് ആരാധിച്ച പ്രാർത്ഥിച്ച അപ്പം വിളമ്പിക്കൊടുത്ത അനുഭവങ്ങളുണ്ട്. എന്നാൽ അത് പത്മോസിന്റെ ഏകാന്തതയിൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം അവൻ ദർശിച്ചത് ഇങ്ങനെയാ. ആമേൻ അതെ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോട്ടിന് സദൃശമായ ഉലയിൽ ചുട്ടുപൊഴിപ്പിച്ച കാലുള്ളവൻ, അത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞപ്പോൾ കയറിച്ചെന്നത് വൃഥാവായില്ല. ഈ ദിവസങ്ങളിൽ ദൈവശബ്ദം കേട്ട് നീ പ്രാർത്ഥിക്കുന്നത് വൃഥാവാകത്തില്ല. ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് കയറിച്ചെന്നിരിക്കുന്നത് വൃഥാവാകത്തില്ല. ആമേൻ ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ തളിർത്ത ആമേൻ അതെ വടിയാക്കി മാറ്റുവാൻ, ആമേൻ അതെ അതിൽ ഫലമുളവാക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ രാത്രിയിലെന്നോ പകലെന്നോ ഇല്ലാതെ പ്രാർത്ഥനയ്ക്കായി ദൈവവചന ധ്യാനത്തിനായി ഉപവാസത്തിനായി ആരാധനയ്ക്കായി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറുകയാ. ആമേൻ അതെ ആമേൻ ഹല്ലേലൂയ. പത്മോസിന്റെ ഏകാന്തതയിൽ ആയിരുന്ന ആമേൻ യോഹന്നാനോട് ചോദിച്ചാൽ പറയും ഏറെ നല്ലത്, ഏറെ നല്ലത്
ഹല്ലേലൂയ. ഏകാന്തതയുടെ നടുവിലും ഭയാനകമായ അനുഭവത്തിലും നരകതുല്യമായ ആമേൻ അതേ അവസ്ഥയിലായിരുന്ന പത്മോസിനെ സ്വർഗതുല്യമാക്കി മാറ്റുവാൻ എൻ്റെ കണ്ണുനീരിന് മറുപടിയായി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചെന്ന് അതേ നരക തുല്യമാണ്, അയ്യോ നരകമാണെന്ന് തോന്നത്തക്ക വിധത്തിൽ ആമേൻ ചില സമയത്ത് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത പ്രതിസന്ധി കടന്നു വന്ന് അയ്യോ മടുത്തു, എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തോ, ഒറ്റ രാത്രി കൊണ്ട് ആവണ് കുടങ്ങിപ്പോയപ്പോൾ അതേ യോന ആമേൻ അതേ നെടുവീർപ്പെട്ട് ഹല്ലേലൂയ അതേ ദൈവത്തോട് ആമേൻ കോപിച്ച് സംസാരിച്ചതുപോലെ ഇന്ന് രാത്രി ഹല്ലേലൂയ നീതിയോട് ഉത്തരമരുളുന്ന സ്വർഗത്തിലെ ദൈവം അതേ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലേ അതേ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം നിന്നെ ശക്തീകരിക്കുന്ന ഉയരത്തിൽ അഭിഷേകം ഈ പ്രാരംഭത്തിൽ തന്നെ ചില കുടുംബങ്ങളിൽ ചില വ്യക്തികളിൽ ആമേൻ അതേ സ്വർഗം അയക്കുന്ന ആമേൻ നിമിഷമാണ്. പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ചാട്ട. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി അങ്ങയുടെ മാറ്റമില്ലാത്ത വചനവുമായി ഈ സ്നേഹദിനം പ്രയർ ഫാമിലിയുടെ പേജിലൂടെ ആമേൻ അതെ അങ്ങ് ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ അത് ദൈവവചന ധ്യാനത്തോടെ ആരാധനയോടെ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ എവിടെയെല്ലാം ആയിരിക്കുന്നുവോ, സ്വദേശത്ത് വിദേശത്ത് ആമേൻ ഞെരുക്കങ്ങളില് പ്രതിസന്ധികളില് പ്രതികൂലത്തില് ആമേൻ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി അവരുടേതാകുന്ന ആമേൻ പ്രതീക്ഷ തകർന്നു പോകാതെ അതേ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട് ഈ കഷ്ടതയിലും ഈ പ്രതികൂലത്തിലോ ഈ പ്രതിസന്ധിയിലോ ഈ ലോക അനുഭവത്തിലോ ഹല്ലേലൂയ അങ്ങയിൽ ആശ്രയിക്കുന്ന അങ്ങയുടെ മക്കളെ കൈവിടാതെ അവരുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ ശക്തരായ ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ അത് ചില കുടുംബങ്ങളിൽ ചില വ്യക്തികളിൽ അങ്ങ് പകരപ്പെടുന്ന ആമേൻ പ്രാരംഭ നിമിഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഓ ആമേൻ നിരാശകൾ മാറട്ടെ, ആകുലതകൾ മാറട്ടെ, വേദനകൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. അതേ വെല്ലുവിളിയുടെ നടുവിൽ ഇട്ടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പുതുക്കി പണിതതുപോലെ ഈ ദിവസങ്ങളിൽ ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവത്തിൽ ആശ്രയിച്ച് ആമേൻ തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിൽ നിർമ്മതയിൽ ആമേൻ അത് തുടരുവാൻ ആഗ്രഹിച്ച് അത് ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന തന്റെ ഭക്തന്മാരുടെ അത് നിലവിളിക്ക് മറുപടിയായി ഇന്ന് രാത്രി സ്വർഗം ഇറങ്ങി വന്ന് ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന യഹോവയാം ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പകർച്ച ഈ പ്രാരംഭത്തിൽ തന്നെ ചില കുടുംബത്തിൽ ചില വ്യക്തികളിൽ ഹല്ലേലൂയ സൗഖ്യമായി വിടുതലായി നന്മയായി തീരട്ടെ കർത്താവേ. തുടർന്ന് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ ശുശ്രൂഷിപ്പാൻ അടിയന് കൃപ നൽകണം, ശക്തീകരിക്കണം. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനത്തെ പ്രഘോഷിക്കുമ്പോൾ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി മൈലുകൾക്കപ്പുറത്ത് ആമേൻ അത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കുടുങ്ങിക്കിടക്കുന്ന തകർന്നു കിടക്കുന്ന അസ്ഥി കുമ്പാരങ്ങളെ ഒരു സൈന്യമാക്കി എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി തീർന്നതുപോലെ ഇന്ന് രാത്രി ഹല്ലേലൂയ ചില വ്യക്തികൾ എഴുന്നേൽക്കുവാൻ സന്തോഷിപ്പാൻ സൗഖ്യമാകുവാൻ ശുശ്രൂഷ പ്രാപിപ്പാൻ ഇടയാകട്ടെ. ആമേൻ മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുകയാണ്. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ചെറിയവരെയും വലിയവരും ഒരുപോലെ അനുഗ്രഹിക്കുന്നു. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. ഹല്ലേലൂയ. പറഞ്ഞു തീരാത്ത ദാനങ്ങളെ കൊണ്ട് ഓരോ നിമിഷവും അവൻ നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി ഒരിക്കൽ കൂടെ സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. ഇന്ന് പകലിലും യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ആമേൻ, എത്രയോ ഭാഗ്യകരമായ ഒരു അനുഭവമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് കഷ്ടതയിലും പാടുവാൻ, പ്രതികൂലത്തിലും പാടുവാൻ, പ്രതിസന്ധിയിലും പാടുവാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ, നീ ഭാഗ്യവാനാണ്.
ആമേൻ ഈ ഭാഗ്യകരമായ ജീവിതത്തിനുടമയായി ആമേൻ മാറുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിലായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഓരോരുത്തരോടും ഇടപെടും, സംസാരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതീക്ഷ ആമേൻ അതേ കൈവിടാതെ മുറുകെ പിടിക്കുക. ആമേൻ ഇന്ന് രാത്രിയിലെ അതേ നമ്മുടെ ചിന്ത ദൈവത്തിൽ ആശ്രയിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് ചേർന്ന് പറഞ്ഞാട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ഓ, ഈ പ്രതികൂലത്തിന്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും ഈ കഷ്ടതയുടെ നടുവിലും അതേ സഹോദര സഹോദരി കൂടപ്പറപ്പേ മാതാവേ കുഞ്ഞെ അഭിഷക്തരെ, അതേ നിന്റെ പ്രതീക്ഷ തകർന്നു പോകുമെന്ന് നീ ചിന്തിക്കത്തക്ക വിധത്തിൽ 4 പാട് നിന്നും ഈശാന മൂലമാകുന്ന കാറ്റുകൾ നിന്റെ ജീവിതമാകുന്ന പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ നല്ല അമരക്കാരനാകുന്ന കർത്താവ് ഇന്ന് രാത്രി സമയഭേദം കൂടാതെ നീ ആയിരിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നീ അവനിൽ ആശ്രയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ചിലർ രഥങ്ങളിലും കുതിരകളിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി നന്ദിയോടൊരു സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. ആമേൻ. ചിലർ ആമേൻ ഹല്ലേലൂയ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ എന്ത് ചെയ്യരുത്? ആശ്രയിക്കരുത്. ഹല്ലേലൂയ. ചിലരെ ആശ്രയിക്കുന്നത് ആരെയാ? പ്രഭുക്കന്മാരെയാ. ഹല്ലേലൂയ. ചിലരെ ആശ്രയിക്കുന്ന ആരെയാ? ഹല്ലേലൂയ ധനവാന്മാരെയാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ആമേൻ യഹോവയിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. അതിന് ആധാരമായി ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആമേൻ വായിപ്പാനായി നൽകിയിരിക്കുന്ന വേദഭാഗം, ധ്യാനിപ്പാനായി നൽകിയിരിക്കുന്ന വേദഭാഗം, ഇന്ന് പകൽ കർത്താവിങ്കിൽ നിന്ന് പ്രാപിപ്പാൻ ദൈവം എന്നെ അനുവദിച്ച വേദഭാഗം 1 തിമോഥെയോസിന്റെ ആമേൻ ലേഖനം 6-ാം അധ്യായം 17-19 വാക്യമാണ്. വളരെ സുപരിചിതമായ വേദഭാഗം. പലപ്പോഴും വായിച്ച് ഹല്ലേലൂയ അതേ മറന്നവരുണ്ട്, വായിച്ച അനുഗ്രഹം പ്രാപിച്ചവരുണ്ട്. ആമേൻ. ഇന്ന് രാത്രിയിലും വീണ്ടും അനുഗ്രഹം പ്രാപിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടായിരിക്കട്ടെ. ആമേൻ. അതെ, ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ല, ധനത്തിലല്ല ആമേൻ നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി ആമേൻ സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ തന്റെ ഇഹലോക ജീവിതത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ചപ്പോൾ ആത്മാവിൽ ആമേൻ അതേ നിറഞ്ഞ് ആമേൻ താൻ വിശ്വാസത്താൽ നേടിയ നിജപുത്രനായ തിമോഥെയോസിനോട് പറയുകയാണ്, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും. നമുക്കറിയാം, അല്പം പണം കയ്യിലുണ്ടെങ്കിൽ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. പ്രൈസ് ദി ലോർഡ്. അല്പം ആമേൻ അതേ സൗന്ദര്യം കൂടിപ്പോയാൽ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും എടുത്തു പറയേണ്ടതായ എന്തെങ്കിലും അല്പം കൂടുതലുണ്ടെങ്കിൽ പിന്നെ ആമേൻ ഉന്നത പാപം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ഉന്നത പാപം കൂടാതെ ഇരിപ്പാനും. ഹല്ലേലൂയ. നിശ്ചയമില്ലാത്ത ധനത്തിലല്ല. ആമേൻ. അതുകൊണ്ട് പണത്തിൽ ആരും ആശ്രയിക്കരുത് കേട്ടോ. ബാങ്കിൽ കിടക്കുന്ന പണമൊക്കെ കാറ്റിപ്പറത്തി വിട്ട കടലാസ് പോലെ വിലയില്ലാതായി പോയെന്ന് നമുക്കറിയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് നോട്ട് നിരോധനം വന്നപ്പോ ആമേൻ ബാങ്കിൽ കിടന്ന പൈസയൊക്കെ എടുത്ത് ആമേൻ എന്ത് ചെയ്യേണ്ടി വന്നു? കാറ്റത്ത് പറത്തി കളിക്കേണ്ടി വന്നു. കാരണം എന്താ? വിലയില്ലാതായി പോയെന്ന്. ആമേൻ. അതുകൊണ്ട് നിശ്ചയമല്ലാത്ത ധനത്തിലല്ല ആമേൻ നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ, ഇന്ന് രാത്രി സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാൻ. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അതേ പ്രിയമുള്ളവരെ, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാൻ. ഹല്ലേലൂയ. നമുക്ക് ധാരാളമായി അനുഭവിപ്പാൻ ഹല്ലേലൂയ പരിമിതിയില്ലാതെ സന്തോഷിക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ നിന്റെ അതിരുകളെ അത് വിശാലപ്പെടുത്തുവാൻ ശക്തരായ ദൈവത്തിൽ ആശ്രയിച്ച യബേസിനെ പോലെ ആമേൻ. നീ അമ്മയ്ക്ക് വ്യസന പുത്രനാണ്, നിന്റെ കുടുംബത്തിൽ നീ ഒരു വ്യസന പുത്രനാണ്, നീ ദേശത്ത് വ്യസന പുത്രനാണ് സമ്മതിച്ചുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ നിന്റെ അതിരുകളെ വിസ്താരമാക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തോട് നീ മനമൊരുകി പ്രാർത്ഥിക്കുവാൻ തയ്യാറായ നിന്റെ അപേക്ഷ നിരസിക്കാതെ നിന്റെ അതിരുകളെ വിസ്താരമാക്കി അത് നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും
ആമേൻ, നന്മ ചെയ്യുവാനും ആമേൻ ഹല്ലേലൂയ ധാരാളമായി അനുഭവിപ്പാൻ അത് തരുന്ന ദൈവത്തിൽ ഹല്ലേലൂയ ആമേൻ ആശ വെപ്പാനും ആമേൻ. അപ്പോൾ ആശ വെക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്യും? അതിരുകൾ വിസ്താരമാക്കും, ധാരാളമായി ദൈവം കയ്യിലേക്ക് തരും. ഹല്ലേലൂയ. ആ മേടിച്ചിട്ട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എനിക്കും എൻ്റെ മക്കൾക്കും എനിക്കും എൻ്റെ നോ, വചനം പറയുന്നു ആമേ ദൈവത്തിൽ ഹല്ലേലൂയ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ധാരാളമായി അനുഭവിപ്പാൻ അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവം നിന്റെ സമസ്ത മേഖലകളിൽ അതൊരു വിശാലത നൽകി കഴിയുമ്പോൾ നീ നന്മ ചെയ്യുവാനും ഹല്ലേലൂയ സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൈവ പൈതലിന് ആമേൻ ദൈവത്തിൽ ആശ്രയിച്ച് അവന്റെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരുമ്പോൾ ഹല്ലേലൂയ അവൻ മറക്കരുത്, ഇന്നലകളിൽ നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് എന്നെ കരം പിടിച്ചുയർത്തിയ ദൈവം എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ ഉത്തരവാദിത്വം തിരിച്ചറിയുന്ന പ്രവർത്തിക്കുന്ന ദൈവമക്കൾക്കായി അഭിഷക്തന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അതേ സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് ആമേൻ ഇവിടുത്തെ ജീവിതം ക്ഷണികമാകട്ടോ. ഏറിയായാൽ 80, അത് കഴിഞ്ഞാൽ സമയമാൻ രഥം പാടി പൊടിയിലേക്ക് പോകേണ്ടവരാ. കൃപയാൽ ആമേൻ അതിനു മുമ്പ് കർത്താവ് വന്നാൽ ഈ ശരീരം ഉപേക്ഷിച്ച് നാം ഇവിടുന്ന് പറന്നു പോകേണ്ടവരാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ അത് തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന്. അപ്പൊ സാക്ഷാലുള്ള ഒരു ജീവനുണ്ട് കേട്ടോ. നിലനിൽക്കുന്ന ഒരു ജീവനുണ്ട് കർത്താ. നിത്യജീവൻ അവകാശിയായി മാറുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ കരപടിച്ച് കർത്താവിനും മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അത് വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം ഹല്ലേലൂയ നിക്ഷേപിച്ചു കൊള്ളുവാനും. അപ്പോൾ ഈ ഭൂമിയിൽ അതിരുകൾ വിസ്താരമാക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം നന്മ നൽകി കഴിയുമ്പോൾ എന്താ നന്മ? ഹല്ലേലൂയ. പണം മാത്രമാണോ? നിനക്ക് പ്രാർത്ഥിക്കാൻ അതേ കൃപ ലഭിച്ചെങ്കിൽ, നിനക്ക് പാടാൻ കൃപ ലഭിച്ചെങ്കിൽ, നിനക്ക് വചനം ശുശ്രൂഷിക്കാൻ കൃപ ലഭിച്ചെങ്കിൽ, ആമേൻ നിനക്ക് അതേ സഹായിപ്പാൻ കൃപ ലഭിച്ചെങ്കിൽ, ആമേൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിന്റെ അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ നിവർന്നു നിന്ന് 4 പേരുടെ മുമ്പിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ കഴിയാതായിരുന്ന നിന്ന് 10,000ങ്ങളുടെ മുമ്പിൽ നിർത്തി സംസാരിപ്പാൻ കൃപ നൽകിയെങ്കിൽ ആമേൻ ആ കൃപയ്ക്കൊത്തവണ്ണം ആമേൻ നീ ശുശ്രൂഷിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് നന്മ നൽകിയിട്ടുണ്ടെങ്കിൽ ആ നന്മയിൽ നിന്ന് ഔദാര്യമായി ഹല്ലേലൂയ നന്മ ചെയ്യുവാൻ സൽപ്രവർത്തികളിൽ ഹല്ലേലൂയ ആമേൻ അത് ദാനശീലരായി ഹല്ലേലൂയ ആമേൻ സൽപ്രവർത്തികളിൽ സമ്പന്നരായി ഹല്ലേലൂയ ദാനശീലരായി ഔദാര്യമുള്ളവരായി സകല സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം എന്ത് ചെയ്യണം? നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ സമ്പന്നനായവരോട് അവർ ആമേൻ അത് ധിക്കാരികളാകാതിരിക്കാനും. ആരെ ഈ ധിക്കാരം കാട്ടുന്നത്? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ സമൂഹത്തിലൊക്കെ ചിലർ ധിക്കാരം കാണിക്കുന്നവരുണ്ട്. അവൻ്റെ ധിക്കാരം കണ്ടോ? നാടൻ ഭാഷ പറഞ്ഞ അവൻ്റെ അഹങ്കാരം കണ്ടോ? അവൻ്റെ മുഖത്ത് നോക്കി 2 എണ്ണം കൊടുത്താൽ കൊള്ളായിരുന്നു എന്ന് ചിന്തിക്കാത്ത ആരും ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീയും ധിക്കാരം കാട്ടിയാൽ നിന്നെക്കുറിച്ചും അങ്ങനെയൊക്കെ ചിന്തിക്കും കേട്ടോ. അതുകൊണ്ട് ആമേൻ കൃപയാലല്ലാതെ ആമേൻ അതെ ദൈവനാമ മഹത്വത്തിന് അല്ലാത്തതൊന്നും ആരും ചിന്തിക്കരുത്. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ ഈ ലോകത്തിൽ സമ്പന്നരായവരോട് അവർ ധിക്കാരികളാകാതിരിക്കാനും. അപ്പൊ ഈ ധിക്കാരത്തിന്റെ വാക്കുകളും ധിക്കാരത്തിന്റെ പ്രവർത്തികളും ഒക്കെ ചിലരുടെ അകത്തുനിന്ന് വെളിവരും. അയ്യോ അവന്റെ ധിക്കാരം കണ്ടോ? അവന്റെ അഹന്ത കണ്ടോ? അവന്റെ കയ്യിലിരിപ്പ് കണ്ടോ? അവനിപ്പോ അപ്പനെയും വേണ്ട അമ്മയും വേണ്ട, അവനിപ്പോ കൂടപ്പറപ്പിനും വേണ്ട സഹോദരങ്ങളെയും വേണ്ട, അവന്റെ ധിക്കാരം കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ നിന്നെക്കുറിച്ചും അങ്ങനെ പറയാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ആമേൻ അതേ സന്തോഷത്തോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആമേൻ അതിരുകൾ വിസ്താരമായാൽ നീ ഔദാര്യം കാണിക്കാതെ മറന്നു പോകരുത്.
പ്രൈസ് ദി ലോർഡ്. എല്ലാം സേവ് ചെയ്ത് നീയും ധിക്കാരൻ ഉള്ളവനായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ലൈവിലൂടെ 10ഓളം രാജ്യങ്ങളിലേക്ക് എത്തുന്നുണ്ട്. എനിക്കറിയാം ലൈവില ഇന്ന് രാത്രി ദൈവം നിനക്ക് നൽകിയ ധനത്തിൽ നീ പ്രശംസിക്കാതെ നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിന്റെ ഇല്ലായ്മയിൽ നീ കാണിക്കുന്ന ഔദാര്യത്തിന് പ്രതിഫലം നൽകുവാൻ ദൈവം ശക്തനാ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ആമേൻ. അതെ, ഈ ലോകത്തിൽ സമ്പന്നരായവരോട് അവർ ധിക്കാരികളാകാതിരിക്കാനും അനിശ്ചിതമായ സമ്പത്തിൽ ആശ്രയിക്കാതിരിക്കാനും കൽപ്പിക്കുക. ആമേൻ. ജീവനുള്ള ദൈവത്തിൽ എല്ലാം ആസ്വദിക്കുവാൻ നമുക്ക് സമൃദ്ധിയായി ദൈവം നമുക്ക് നൽകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സമൃദ്ധിയായി ആമേൻ എല്ലാം നൽകി തരുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുന്നവർ അവർ നന്മ ചെയ്യുന്നു. ആമേൻ. സൽപ്രവർത്തികളിൽ സമ്പന്നരാകണം. പ്രൈസ് ദി ലോർഡ്. വിതരണം ചെയ്യാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ആശയവിനിമയം നടത്താൻ തയ്യാറാണ്. അവർ നിത്യജീവനെ മുറുകെ പിടിക്കുന്നതിനായി വരാനിരിക്കുന്ന ആ സമയത്തിന് എതിരായി ഒരു നല്ല അടിത്തറ അവർക്കായിട്ട് എന്ത് ചെയ്യുന്നു? ഒരുക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, വരാനിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ അതെ ആ അടിത്തറ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് പോയതുപോലെ മടങ്ങി വരാൻ സമയമാകുന്നതായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഇരിക്കുന്നിടത്ത് നമ്മെ കൊണ്ട് ഇരുത്താൻ പോകുകയാ. ഇവിടെ നാം നേടിയത് എന്തെന്ന് ആ മറുകരയിൽ ചെന്ന് നാം പ്രാപിക്കാൻ പോകുകയാ. കരമടിച്ച് ഈ പ്രത്യാശയുള്ളവർ എന്നോട് ചേർന്ന് കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. 6-ാം അധ്യായം അതെ 17-ാം വാക്യത്തിൽ നാം വായിച്ചത് ഇങ്ങനല്ലേ? ധനവാന്മാർ തങ്ങൾക്ക് ദൈവത്തെ ആവശ്യമില്ല എന്ന തെറ്റായ ചിന്തയിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എല്ലാത്തിനും ഇപ്പൊ ദൈവത്തെ വിളിക്കണം. കയ്യിൽ കാശുണ്ടെങ്കിൽ പിന്നെ ആമേൻ അങ്ങ് പോയി അങ്ങ് വാങ്ങി അങ്ങ് ചെയ്താൽ പോരെ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോ ദൈവത്തിൽ ആശ്രയിക്കൊന്നും വേണ്ട എന്നൊരു ചിന്ത ധനവാന്മാർക്ക് ആമേൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പണമില്ലാത്ത വീട്ടിലെ കൊച്ചിന്റെ കല്യാണം വരുമ്പോ പാസ്റ്ററേ അമ്മച്ചി ഫോണെടുക്കും. പ്രൈസ് ദി ലോർഡ്. അതേ കുഞ്ഞിന്റെ കല്യാണമൊക്കെ വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കയ്യിൽ കാശൊന്നും ഇല്ല കേട്ടോ. അപ്പൊ കാശൊക്കെ റെഡി മണി ആയിട്ടിരിക്കുന്നവർക്ക് വിളിക്കേണ്ട കാര്യമില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രാർത്ഥിച്ചില്ലെങ്കിലും കാര്യമൊക്കെ മംഗളകരമായി നടക്കുമെന്നൊരു തോന്നല് ധനവാന്മാർക്കുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ധനവാന്മാർ തങ്ങൾക്ക് ദൈവത്തെ ആവശ്യമില്ല എന്ന തെറ്റായ ചിന്തയിലേക്ക് വീണു പോകാൻ സാധ്യത ഉള്ള ലോകത്ത് തന്നെ അനുഗമിക്കുന്ന തന്റെ മക്കളോട് നിജപുത്രനായ തിമോഥെയോസിലൂടെ ആത്മാവിൽ അഭിഷക്തൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, അവർ തങ്ങളുടെ സമ്പത്തിലാണ് എന്ത് ചെയ്യുന്നത്? ആശ്രയിക്കുന്നത്. വെട്ടിപ്പിടിച്ചിട്ടോ ക്രമക്കേട് കാണിച്ചിട്ടോ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരുണ്ടാക്കിയിട്ട ഭൂസ്വത്ത് കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നന്മയെ അനുഭവിച്ചിട്ടോ ആമേൻ അതെ ഇനി ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും എനിക്കെല്ലാം അതെ ചെയ്യാം എന്നുള്ള അഹങ്കാരത്തോടെ ആമേൻ ആരെയും ആശ്രയിക്കേണ്ട, ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. എന്നാൽ ദൈവത്തെ പോലും ആശ്രയിക്കാതെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ മക്കൾ ഈ ഭൂമിയിൽ കൂട്ടായ്മ ആചരിക്കുന്നവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ആമേൻ ലോകത്തില് ആമേൻ വിവിധ ജാതിയിൽ വിവിധ ഭാഷയിൽ വിവിധ കാറ്ററിൽ കിടക്കുന്ന എല്ലാവരും അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവമക്കളാണ്. അപ്പൊ എല്ലാവരെയും ഒരേ നിലയിൽ കാണാനുള്ള കണ്ണ് ആർക്കുണ്ട്? ദൈവമക്കൾക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കറിയാം സ്വോത്രം വരത്തില്ലെന്ന്. ആമേൻ. അതേ മുഖപക്ഷം ആമേൻ ഇല്ലാത്ത ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ട് മുഖം നോക്കാതെ ആലോചന പറയുന്ന ദൈവം തരുന്നത് വിളിച്ചു പറയുക. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ആരാണ്? ധനവാന്മാർ. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. പ്രിയമുള്ളവരെ, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്. ചിലരങ്ങനെയാ. ഉയ്യോ ആമേൻ. ആസാഫ് എന്ന് പറയുന്ന ഭക്തൻ ദൈവസന്നിധി ചെന്നിട്ട് ആവലാതി പറയുക, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നിയെന്ന്. ചുമ്മാ അസൂയപ്പെട്ട് ഇല്ലാത്ത രോഗമൊന്നും വലിച്ചു വെക്കരുത് കേട്ടോ. ആസാഫിനെ പോലെ പാടുന്നവരും പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരും അധികമാ. പക്ഷേ അവരുടെ ഉള്ളിലെ ചിന്താഗതി എന്താ? അസൂയ. ഇന്ന് രാത്രി അഭിഷക്തനെ, കൂടപ്പറപ്പെ, സഹോദര സഹോദരി, ആമേൻ ഒരുവന്റെ സമൃദ്ധി കണ്ട്, ഒരുവന്റെ ആമേൻ അതെ ആമേൻ വിശാലത കണ്ട് ഒരുവൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം അവനെ വിശാലപ്പെടുത്തിയ അത് സന്തോഷത്തോടെ കാണുവാനും സ്തോത്രം പറയുവാനും തയ്യാറാകാതെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അസൂയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ആസാഫ് ആമേൻ അതെ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ടാണ് എന്ത് ചെയ്തത്? എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നിയത്.
പ്രൈസലോ. അപ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിയുന്ന ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യണം? ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം. പക്ഷേ ദുഷ്ടതയിലൂടെ, ചതിയിലൂടെ, വഞ്ചനയിലൂടെ, ക്രമക്കേടിലൂടെ സമ്പാദിച്ച ധനം കൊണ്ട് ഒരുത്തൻ ഹല്ലേലൂയ വലിയവനായി ജീവിക്കുന്നത് കണ്ടാൽ, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്തു? അഹങ്കാരികളോട് അസൂയ തോന്നി. അമേൻ. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അമേൻ. അവരുടെ ദേഹം എങ്ങനെയാ? തടിച്ചുരുണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടിട്ടില്ലേ? അമേൻ. ടി വി തുറന്നാലും മൊബൈൽ തുറന്നാലും പേപ്പർ നോക്കിയാലും ദുഷ്ടന്മാരൊക്കെ എങ്ങനെയാ? നല്ല തടിച്ചുരുണ്ട് ആനയെ പോലെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാ ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആമേൻ ദൈവമക്കളുണ്ടല്ലോ. ആമേൻ എക്സ്ട്രാ ആമേൻ അതെ യൗവന തുടിപ്പോടുകൂടെ നിൽക്കുക. അസൂയില്ലെങ്കിൽ ഒരു സ്വത്രം പറ. പ്രൈസ് ദി ലോർഡ്. കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒന്നും അവരെ പിടിക്കുന്നില്ലെന്ന്. കാരണം എന്താ? അവർ കൊഴുപ്പുള്ള ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ സുഖേന ഇരിക്കുകയല്ല. ആമേൻ. അവർ ആഹാരമുണ്ടെങ്കിലും ആമേൻ അവരുടെ വയറ് ദൈവമല്ല. ആമേൻ. അവർ ആഹാരത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്. ആമേൻ. ആമേൻ അതെ ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആമേൻ. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ലെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഒരു സാധാ മനുഷ്യൻ കഷ്ടത്തിൽ അകപ്പെടുന്നത് പോലെ ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യുന്നില്ല? കഷ്ടത്തിൽ അകപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ലെന്ന്. ചില ബാധകളൊക്കെ ചില കുടുംബത്തില്, ചില തലമുറകൾ ആമേൻ ചില പ്രിയപ്പെട്ടവരെ പിന്തുടരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലെ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കാതെ, ഒരു ദോഷവും നിന്നെ അതെ തട്ടാതെ നിന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലേ, കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നിന്റെ തലമുറ എവിടെയായിരുന്നാലും, നിന്റെ കൂടപ്പുറപ്പ് എവിടെയായിരുന്നാലും, നിന്റെ പ്രിയപ്പെട്ട എവിടെയായിരുന്നാലും ഒരു ബാധയും കൂടാതെ ഹല്ലേലൂയ ആമേൻ അതെ ബാധകളൊക്കെ അനേകരെ പിടിച്ച് തകർത്തോണ്ടിരിക്കുമ്പോൾ ആമേൻ ബാധയ്ക്കകത്ത് അകപ്പെട്ട് ആമേൻ തകർന്നു പോകുവാൻ അനുവദിക്കാതെ ബാധയ്ക്കകത്ത് നിന്ന് വിടുവിക്കുന്നവനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രത്യാശ സ്വീകാര്യം എന്ത് ചെയ്യുക? ഇന്ന് രാത്രി മുറുകെ പിടിക്കുക. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഡംബം അവർക്ക് മാലയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ബലാത്കാരം വസ്ത്രം പോലെ അവർ എന്ത് ചെയ്തിരിക്കുന്നു? ചുറ്റിയിരിക്കുന്നു. അമ്മേ അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. അല്ലേ? ആമേൻ. അയ്യോ ആ കണ്ണൊക്കെ കാണാൻ എന്ത് രസമോ അല്ലേ? ഇങ്ങനെ തുറിച്ച് നിൽക്കുകയല്ലേ? പ്രൈസ് ദി ലോർഡ്. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു. ആമേൻ. പരിഹസിക്കുക. ഭർത്താവിനെ പരിഹസിക്കുന്നവരുണ്ട്, ഭാര്യയെ പരിഹസിക്കുന്നവരുണ്ട്, പുച്ഛിക്കുന്നവരുണ്ട്, അപ്പനെ പുച്ഛിക്കുന്നവരുണ്ട്, അമ്മയെ പരിഹസിക്കുന്നവരുണ്ട്, സഹോദരങ്ങളെ പരിഹസിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ നോക്കണമേ. ആമേൻ. ഉന്നത ഭാവത്തോടെ അവർ സംസാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം അറിയാം. ആമേൻ. ഞങ്ങൾക്ക് ആ കാരണവന്മാരുടെ ആവശ്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്കെല്ലാം അറിയാമെന്നേ. ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഭംഗിയായിട്ട് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ വായ് ആകാശത്തോളം എന്ത് ചെയ്യുന്നു? ഉയർത്തുന്നു. അയ്യോ അവർ വായി തുറന്നാൽ പിന്നെ ഒരു മനുഷ്യൻ അവിടെ ഒരു അക്ഷരം മിണ്ടാൻ എന്ത് ചെയ്യത്തില്ല? അവസരം ഉണ്ടാകത്തില്ല. ആമീൻ. ആ ദുഷ്ടന്റെ കാര്യം പറയുന്നത് കേട്ടോ. ആമീൻ. എന്നോട് ആരും വെറുക്കരുത്. താങ്കൾ ഒരു നീതിമാനാണെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടനാണെങ്കിൽ മാനസാന്തരപ്പെട്ടോണം. അല്ലെങ്കിൽ ഹല്ലേലൂയ നിശ്ചയമായ സകല അഹങ്കാരികളെ തള്ളിയിടുന്ന അഗ്നികുണ്ഡത്തിൽ പോയി താരും. ഇന്ന് രാത്രി ആമേൻ. ദുഷ്ടനാണോ നീതിമാനാണോ? നീതിമാനാണെങ്കിൽ ഇന്ന് രാത്രി എന്ത് ചെയ്തോണം? കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടനാണെങ്കിൽ മാനസാന്തരപ്പെട്ടോണം. ഹല്ലേലൂയ. യഹോവയാം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് അവർ തന്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു. അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതിന് അറിവുണ്ടോ എന്നവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ. കണ്ടോ, ദുഷ്ടന്മാരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാ. ആമേൻ. നീതിമാനായി ജീവിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദുഷ്ടന്മാരുടെ സ്വഭാവത്തെ കുറിച്ച് ഇന്ന് രാത്രി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആമേൻ കുത്തുകൊള്ളുന്നവർ മാനസാന്തരപ്പെട്ടാൽ ആമേൻ ഉയരത്തിലെ ആത്മാവിനെ അതെ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ തലമുറയുടെ മേൽ പകരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അതെ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ ഏത് കഷ്ടതയ്ക്കകത്തും പാടാൻ കഴിയുമെന്ന്, ഏത് കണ്ണുനീരിനകത്തും സന്തോഷിക്കാൻ കഴിയുമെന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ ആകുന്ന ദുഷ്ടന്മാർ അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അവരുടെ സ്വഭാവമെങ്കിലും അവരുടെ എയിം എന്താണെന്ന് അറിയാമോ? അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ചു. അപ്പോ ദുഷ്ടന്മാർക്ക് എന്തുണ്ട്? സ്വസ്ഥത ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല സ്വസ്ഥത അനുഭവിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? സമ്പത്ത്
വർദ്ധിപ്പിക്കണം. അവർക്ക് ഒറ്റ എയിമേ ഉള്ളൂ. ആമേൻ, അവർക്ക് തിന്നണം. അവർക്ക് ഇങ്ങനെ ഉന്നത ഭാവത്തോടെ മറ്റുള്ളവരെ ഒന്നും ആമേൻ അത് കാണാതെ ആമേൻ ഉന്നത ഭാവത്തോടെ ഈ ഭൂമിയിൽ എന്ത് ചെയ്യണം? സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിശ്ചയമില്ലാത്ത ധനം. പ്രൈസ് ദി ലോർഡ്. ധനവാനാകേണ്ടതിന് നീ എന്ത് ചെയ്യരുത്? പണിപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. അതിനായുള്ള ബുദ്ധി വിട്ടുകളക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ സ്വരൂപിക്കുന്ന ധനമൊന്നും ആമേൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഈ വ്യർത്ഥമായ ഈ ഓട്ടം ആമേൻ ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് കൃത്യമായി ഇടപെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിനാ? പ്രൈസ് ദി ലോർഡ്. നേരം വെളുത്ത് എഴുന്നേറ്റാലും ഉറക്കത്തിലും എല്ലാം ചിന്ത എന്താണെന്നറിയാമോ? ഇനി എന്തേരെ ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ആരെ കണ്ട് മേടിക്കാൻ പറ്റും, ആരെ തള്ളിയിട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും, ഉയ്യോ എവിടുന്നൊക്കെ ഉണ്ടാക്കാവോ അവിടുന്നൊക്കെ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം, കഴിക്കണം, തിന്നണം, സുഖിക്കണം, ആസ്വദിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദൃഷ്ടി എന്ത് ചെയ്യരുത്? ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതായി പോകുമല്ലോ. പ്രൈസ് ദി ലോർഡ്. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു കളയും. സദൃശ്യം വാക്യം 23:4-5. ജ്ഞാനിയായ ശലോമോൻ ആമേൻ അതെ അവൻ ധനവാനാകാൻ പണിപ്പെട്ടില്ല. ആമേൻ ഈ ജനത്തിന്റെ മുമ്പിൽ ആമേൻ അത് നിൽപ്പാൻ, അവരെ ഭരിപ്പാൻ എനിക്ക് കൃപ നൽകണമേ, ജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച മനുഷ്യന് ഹല്ലേലൂയ ദൈവം നന്മയും കൂടെ കൊടുത്തു. നീതിയും രാജ്യം അന്വേഷിപ്പേ, അതോടുകൂടി ഇതൊക്കെ ലഭിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനിയായ ശലോമോന്റെ ഒരു ദിവസത്തെ തീന്മേശയിൽ ആമേൻ ഒരു ദിവസത്തെ അവന്റെ വീട്ടിലെ ഒട്ടകങ്ങൾക്കും മാടുകൾക്കും ആമേൻ അവിടെ ഉള്ളവർക്കും ഒക്കെ വെച്ചു വിളമ്പുന്ന കണക്കിനെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ തല പെരുത്തു പോകും. അത്ര മാത്രം ധനമാണ് ദൈവം അവന് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവൻ ഒറ്റ കാര്യം ദൈവത്തോട് പറഞ്ഞുള്ളൂ, ദൈവമേ സമ്പന്നനായിട്ട് അഹങ്കരിക്കാതിരിക്കാനും ആമേൻ ഞാൻ ദരിദ്രനായിട്ട് ആരുടെ മോഷ്ടിക്കാതിരിക്കാനും അന്നെന്നുള്ളത് ന്യായമായി തന്നെ എന്നെ എന്ത് ചെയ്യണം? നടത്തണം. പ്രൈസ് ദി ലോർഡ്. കൂടാതെ ആമേൻ ഈ ജനത്തെ മെയ്പ്പാൻ ആവശ്യമായ ജ്ഞാനം എന്ത് ചെയ്യണം? എന്താ പ്രാർത്ഥിക്കുന്നത്? അയ്യോ എൻ്റെ കുഞ്ഞിന് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവേ നീ തന്നേ മതിയാകൂ. ഹല്ലേലൂയ. നീ അതൊക്കെ അവസാനിപ്പിച്ചിട്ട് ഹല്ലേലൂയ ഒന്ന് നേരോടെ ജീവിക്കാൻ വേണ്ടി ഉയരത്തിലെ കൃപയ്ക്കായി നീ പ്രാർത്ഥിക്കുക. നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നീ ആത്മഭാരം ഏറ്റെടുത്ത് കരയാൻ തയ്യാറാകുക. ആമേൻ. ഞാൻ വിസ്താര ഭയത്താൽ പേര് വെളിപ്പെടുത്തുന്നില്ല. ആമേൻ. ഇവിടെ നല്ല നിലയിൽ ജീവിക്കുന്ന ആമേൻ ഒരു കുടുംബത്തിലെ ആമേൻ പെൺകുഞ്ഞ് ആമേൻ അതെ വിദ്യാഭ്യാസ പഠനം കഴിഞ്ഞ് ആമേൻ ജോലിപരമായി ആമേൻ നഴ്സിംഗ് ഫീൽഡിലേക്ക് പോയി ബാംഗ്ലൂർ പഠിച്ച് ആമേൻ അതെ ട്രെയിനിങ്ങും ഒപ്പം ജോലിയുമായിട്ട് വീണ്ടും ആമേൻ വിദേശത്തേക്ക് പോകാനുള്ള ആഗ്രഹത്തോടെ ആമേൻ അതേ ബോംബെയിൽ ഒരു വലിയ ഉന്നത ഹോസ്പിറ്റലിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ ആ കുഞ്ഞ് ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. ആമേൻ അങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ആ കുഞ്ഞിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ പിതാവ് ആമേൻ വളരെ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ആമേൻ കുടുങ്ങിക്കിടക്കുകയാണ്. ആമേൻ നാട്ടിൽ വരാൻ പറ്റുന്നില്ല, മാതാവിനെ കാണാൻ പറ്റുന്നില്ല, മക്കളെ കാണാൻ പറ്റുന്നില്ല. ഏതാണ്ട് വർഷങ്ങളായി അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് ഞാൻ പഠിച്ച് ജോലി മേടിച്ച് എൻ്റെ പപ്പയെ ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് ആഗ്രഹത്തോടെ പോയി അത് ജോലി ചെയ്യുകയാ. ഈ കൊറോണ കാലയളവിൽ ആമേൻ മരണം കണ്ട് ആമേൻ അതെ തൻ്റെ അടുത്ത ആമേൻ കുടുംബത്തിലെ ആമേൻ അങ്കിളിനെ വിളിച്ച് പറയുക, പ്രൈസ് ദി ലോർഡ്, അങ്കിളേ ഞാൻ മരണം കണ്ട് മടുത്തു. അയ്യോ ദൈവത്തെ അറിയാത്ത ഇവരുടെ ആത്മാവ് അതെ നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആത്മഭാരം ആ കുഞ്ഞിന്റെ അകത്ത് കയറി. ആമേൻ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു, അതെ ആ കുഞ്ഞിന്റെ എയിം എന്തായിരുന്നു? പണമുണ്ടാക്കണം. ആമേൻ തൻ്റെ പിതാവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിനുവേണ്ടി കഷ്ടം സഹിക്കും. ആമേൻ ഞാൻ ജോലി നേടും, ഞാൻ സമ്പാദിക്കും. അങ്ങനെ പോയ കുഞ്ഞ് കാണുകയാണ് ആമേൻ അതേ ശവങ്ങൾ ഇട്ടിരിക്കുന്നത്. ആമേൻ ഹോസ്പിറ്റലിൽ ആമേൻ ചുറ്റുപാടും അതെ ഭയപ്പെടുത്തുന്ന ആമേൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ദൈവത്തെ അറിയാതെ മരിച്ചു വീഴുന്നത് കണ്ടപ്പോൾ ആ കുഞ്ഞിന്റെ അകത്തൊരു ആത്മഭാരം ദൈവം കൊടുത്തു. ആമേൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാൻ. ഇന്ന് രാത്രി ചുറ്റുപാട് സംഭവിക്കുന്ന അനിഷ്ട സംഭവങ്ങളെ കാണുമ്പോൾ വെട്ടിപ്പിടിക്കണമെന്നുള്ള വ്യഗ്രതയിൽ ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും അതെ ആമേൻ ശുശ്രൂഷകളും മാറ്റാതെ കണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾ അതെ രക്ഷയുടെ അനുഭവത്തിലേക്ക് എന്നിലൂടെ, എൻ്റെ പ്രാർത്ഥനയിലൂടെ, എൻ്റെ ഉപവാസത്തിലൂടെ, എൻ്റെ ആരാധനയിലൂടെ വിടുവിക്കപ്പെടുവാൻ ഉതകേണ്ടതിന് ഉയരത്തിലെ കൃപ എൻ്റെ മേൽ പകരണമേ, ഉയരത്തിലെ അഭിഷേകം എൻ്റെ മേൽ പകരണമേ, ഉയരത്തിലെ ശക്തി എൻ്റെ മേൽ പകരണമേ. ഞാൻ ആയിരിക്കുന്ന പട്ടണത്തിൽ, ഞാൻ ആയിരിക്കുന്ന ചുറ്റുപാടിൽ, ഞാൻ ആയിരിക്കുന്ന വില്ലേജിൽ
സ്റ്റേജിൽ കർത്താവേ നിന്റെ നാമം മഹിമപ്പെടുവാൻ, നിന്നിലൂടെ അനേകരെ വിടുവിക്കപ്പെടുവാൻ എന്നെ ഉപയോഗിക്കണമേ, ഒരു ആത്മഭാരം എനിക്ക് നൽകണമേ. എത്ര പേർ സന്തോഷത്തോടെ കരപടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കും. ആമേൻ. ആ പെൺകുഞ്ഞിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഭാവി സ്വർഗത്തിലെ ദൈവം ആ കുഞ്ഞിന് നൽകട്ടെ. അവിടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ധനവാനാകേണ്ടതിന് എന്ത് ചെയ്യരുത്? പണിപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. അതിനുള്ള ബുദ്ധി എന്ത് ചെയ്യുക? വിട്ടുകളക. ഇപ്പോഴുള്ള സാലറി പോരാ, ഇനി കുറച്ചും കൂടെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നേ. അതിനു വേണ്ടിയിട്ട് ബാർഗിൻ ചെയ്ത് ആമേൻ അതിനു വേണ്ടി പണിപ്പെടുകയാ. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, നീ നീതിയും രാജ്യം അന്വേഷിക്കുക. ഹല്ലേലൂയ. നിനക്ക് ഇതൊക്കെ വർദ്ധിപ്പിച്ചു തരാൻ ശക്തനായ ദൈവം പറയുന്നത് നീ ഫോളോ ചെയ്യാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിനാ? ആമേൻ. അവിടെ ഇരിക്കുന്ന പണം എന്റെ കയ്യിലേക്ക് എങ്ങനെ വരുത്താമെന്ന് എന്ത് ചെയ്യുന്നത്? ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലരുടെ ധാരണ എന്താണെന്നറിയാമോ? ഒത്തിരി പാടിയാല് ഈ പാട്ടൊക്കെ കേട്ടിട്ട് ആരെങ്കിലും ഒക്കെ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിന്നെ അങ്ങ് പ്രസംഗിച്ചാൽ എന്റെ പ്രസംഗമൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യും? കുറെ ഇങ്ങനെ തരുമെന്ന്. ഹല്ലേലൂയ. പിന്നെ ആമേൻ അതെ പ്രവചിച്ചാൽ ആമേൻ എന്റെ പ്രവചനം കേട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ പ്രവചിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിന് വേണ്ടി. ഹല്ലേലൂയ. നീ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി. നീ ആരാധിക്കുന്നുവെങ്കിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി. ആമേൻ. നിന്നിലൂടെ ദൈവനാമം മഹത്വപ്പെടണമെങ്കിൽ അവൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉപവാസം നല്ലതാ, പ്രാർത്ഥന നല്ലതാ, ആരാധന നല്ലതാ, അഭിഷേകം നല്ലതാ, എല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി. ഇതും കൊണ്ട് പണം ഉണ്ടാക്കാനുള്ള ഒരു വ്യഗ്രതയോടെ ആമേൻ നീ ആകരുത് തിമോത്തിയോസേ. നീ പ്രസംഗിച്ച് കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തരൂന്നുള്ള ചിന്തയോടെയാണ് നീ പ്രസംഗിക്കുന്നതെങ്കിൽ ആമേൻ നീ ധനവാനാകേണ്ടതിന് എന്ത് ചെയ്യരുത്? പണിപ്പെടരുത്. ഹല്ലേലൂയ. അതിനുള്ള ബുദ്ധി നീ വിട്ടുകള. ഹല്ലേലൂയ. ആമേൻ. നീ ആമേൻ ബുദ്ധിയോടുകൂടെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതേ സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാ. ഇവൻ എന്തിനു വേണ്ടിയാ ബന്ധപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആതുര സേവന രംഗത്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അനേക സംഘടനകളുണ്ട്. ഇവരുടെയൊക്കെ മോട്ടിവേഷൻ നല്ലതാ, കാഴ്ചപ്പാട് നല്ലതാ. പക്ഷേ ആമേൻ ഇതിലൂടെ കുറെ സമ്പാദിക്കണമെന്നുള്ള വ്യഗ്രതയിൽ തുടങ്ങിയവരൊക്കെ ആമേൻ പൂട്ടിക്കെട്ടി ആമേൻ അതെ ഒന്നുമില്ലാത്തവരായി പാപ്പരായിക്കൊണ്ടിരിക്കുകയാ. നിന്റെ ഉദ്ദേശത്തെ സ്വർഗം സഫലീകരിക്കണമെങ്കിൽ ധനവാനാകേണ്ടതിന് എന്ത് ചെയ്യരുത്? പണിപ്പെടരുത്. അതിനുള്ള ബുദ്ധി എന്ത് ചെയ്യുക? വിട്ടുകളക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? നീ പാടിയാലും നീ പ്രാർത്ഥിച്ചാലും നീ ഉപവസിച്ചാലും നീ ആരാധിച്ചാലും നിന്റെ ദൃഷ്ടി എന്തിലാകരുത്? പണത്തിലാകരുത്. പ്രൈസ് ദി ലോർഡ്. ധനത്തിലാകരുത്. അതില്ലാതായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു കളയും. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ആവർത്തിച്ച് ഈ ലൈവിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തുന്ന ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്നവരാരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ബാക്ക് ക്യാമറയിൽ നിന്ന് സംസാരിക്കുന്നത്. ആമേൻ. എനിക്ക് ആരുടെയും മുഖം കാണണ്ട, ആരൊക്കെ ഈ ലൈവിലുണ്ടെന്ന് എനിക്കറിയണ്ട. പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾ ആരാണെന്ന് നന്നായി അറിയുന്ന ദൈവം മുഖം കൂടാതെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തോട് ആമേൻ ഹല്ലേലൂയ ആമേൻ നാം നീതിയോടെ ആമേൻ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നാം ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അതില്ലാതായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു കളയും. ആമേൻ. അനേകരുടെ നന്മയൊക്കെ നിമിഷങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് സ്വത്തും ധനവും സമ്പാദിക്കുവാൻ മനുഷ്യരെ സഹായിച്ച ദൈവത്തിന് ഏത് സമയത്തും അവരിൽ നിന്ന് അതെല്ലാം തിരിച്ചെടുക്കാനും കഴിയും. പ്രൈസ് ദി ലോർഡ്. അത് ഒത്തിരി ഉത്തമ ഉദാഹരണങ്ങൾ തിരുവചനത്തിനകത്തുണ്ട്. അതൊന്നും വായിച്ച് ഇന്ന് സമയം അത് കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തോട് നിസ്സംഗത പുലർത്തുന്നവർക്ക് അങ്ങനെയുള്ള അനുഭവം അനുയോജ്യമാണ്. ആമേൻ. അതെ അനുഭവിപ്പാൻ ഹല്ലേലൂയ ദൈവം നൽകുന്ന നന്മ അനുഭവിപ്പാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭാപ്രസംഗി 2-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നത് തിന്നു കുടിച്ച് തന്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല. അത് ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളത് എന്ന് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും, ആർ അനുഭവിക്കും? ന്യായമായ ഒരു ചോദ്യമല്ലേ? ഹല്ലേലൂയ. ദുഷ്ടനായാലും പാവിയായാലും രാവിലെ ദൈവം സൂര്യനെ ഉദിപ്പിച്ചില്ലെങ്കിൽ പാടുന്നവർക്ക് വേണ്ടി മാത്രമല്ലല്ലോ ആമേൻ ഭൂമിയിലുള്ള എല്ലാവർക്കും വേണ്ടി ദൈവം എന്ത് ചെയ്യുക? സൂര്യനെ
ഉദിപ്പിക്കുകയാണ്. പ്രൈസലോ. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആമേൻ ദൈവകൃപയിലായിരിക്കുന്ന നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആമേൻ ഇതൊന്നും സ്വീകരിക്കാത്തവരും ജോലി ചെയ്യുന്നില്ലേ? ആമേൻ നീ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നീ സ്നാനപ്പെട്ടതുകൊണ്ട് നിനക്ക് കമ്പനിയിൽ നിന്ന് മാനേജർ എന്തെങ്കിലും ഇടച്ചു തരുമോ? ഇല്ല. അവരെ പോലെ തന്നെ നീയും കഠിനാധ്വാനം ചെയ്ത് ആ കമ്പനിയുടെ ആമേൻ ആ നിയമങ്ങളൊക്കെ അംഗീകരിച്ച് നീ ജോലി ചെയ്താൽ മാത്രം അവർക്കും നിനക്കും ഒരുപോലെ വേതനം കിട്ടത്തുള്ളൂ. പ്രൈസല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഭക്തൻ പറയാണ്, തിന്നുകുടിച്ച് തന്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല. അത് ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളത് എന്ന് ഞാൻ കണ്ടു. അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും, ആർ അനുഭവിക്കും? ന്യായമായൊരു ചോദ്യം. തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. അവൻ ശ്രദ്ധിക്കണേ, തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. അപ്പൊ നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, അവൻ നീ ആയിരിക്കുന്ന പട്ടണത്തിൽ, നീ ആയിരിക്കുന്ന കുടുംബത്തിൽ, അവൻ ചുറ്റുപാടും അവൻ ദുഷ്ടന്മാരുണ്ട്, പാവിയുണ്ട്, പരിഹാസിയുണ്ട്, നീതിമാനുണ്ട്, ദൈവമക്കളുണ്ട്. അവൻ ഇങ്ങനെ എല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിൽ. അവിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേരളക്കരയിലായിരിക്കുന്നവർക്ക് അറിയാലോ, അവിലുണ്ടാക്കുന്ന എങ്ങനെയാ? എല്ലാം കൂടെ ഒന്നിച്ച് വെട്ടി നുറുക്കി അല്ലെ ഇട്ട് എന്തൊരു ടേസ്റ്റാ. ആമേൻ. നോക്കണമേ, തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും എന്ത് ചെയ്യുന്നു? ഇന്ന് രാത്രി യഹോവയ്ക്ക് നിന്നോട് പ്രസാദമുണ്ടായാൽ, ഹല്ലേലൂയ, യഹോവയ്ക്ക് പ്രസാദകരമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആമേൻ, അവന് ദൈവം ചോദിക്കാതെ കണ്ട് എന്ത് കൊടുക്കും? ജ്ഞാനം കൊടുക്കും. ആമേൻ. അറിവും സന്തോഷവും എന്ത് ചെയ്യും? കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാകുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. ഹല്ലേലൂയ. അത് മായയും വൃഥാപ്രയത്നവും അത്രേ. അത് ആമേൻ ഒന്ന് നിർത്തി വായിച്ചാൽ വളരെ നന്നായിരിക്കും. കർത്താവിന്റെ ദാസി ലീലാമ ജോസ് ഒന്ന് ശബ്ദമുയർത്തി വായിച്ച് സഭാപ്രസംഗിയുടെ പുസ്തകം ആമേൻ 2-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ ലോകത്തിൽ ആരും നിനക്കൊന്നും തന്നില്ലെങ്കിലും ആമേൻ നിനക്ക് ജ്ഞാനം നൽകുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിനക്ക് ആമേൻ ജ്ഞാനം നൽകുവാൻ ദൈവശക്തനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുക്കുവൻ എന്ന് പറഞ്ഞ സാധാരണക്കാരൻ, സാമാന്യ ജനമെന്ന് പറഞ്ഞ് ഒതുക്കാൻ നോക്കിയ പത്രോസിന് ജ്ഞാനം കൊടുത്ത ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ കഴിവ് നോക്കിയിട്ടല്ല ദൈവത്തിന്റെ പൈതലേ, നീ ആരെയാണ് ആശ്രയിക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നിനക്ക് ജ്ഞാനം നൽകാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രസംഗത്തിലൂടെ ആയിരങ്ങൾ അത് മാനസാന്തരപ്പെടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ദൈവവചനത്തിന്റെ ആഴങ്ങളെ പെറുക്കിയെടുത്ത് ലോകത്തിന്റെ അറ്റത്തോളം നിന്റെ ശബ്ദത്തിൽ എത്തിക്കുവാൻ അതേ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുന്ന രാത്രിയായി മാറുവാൻ. ഇന്ന് രാത്രി നീ മനുഷ്യരിൽ ആശ്രയിക്കാതെ യഹോവയാം യാഗിൽ ആശ്രയിക്കുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉറങ്ങുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇതൊക്കെ കേട്ട് സുഖേനെ ഉറങ്ങി ആമേൻ ഇരിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും എന്ത് ചെയ്യുന്നു? അറിവും. അപ്പൊ ഈ ജ്ഞാനമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അറിവില്ലെങ്കിൽ പോയി കേട്ടോ. ഭയങ്കര ജ്ഞാനമാ, പക്ഷെ വിവരക്കേടേ ചെയ്യത്തുള്ളൂ, ബോഷത്വമേ ചെയ്യത്തുള്ളൂ. എനിക്കെല്ലാം അറിയാം, എനിക്ക് ജ്ഞാനമുണ്ട്, എനിക്ക് ബൈബിളിൽ ജ്ഞാനമുണ്ട്, എനിക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമുണ്ട്, പക്ഷെ ചെയ്യുന്നതെല്ലാം മൂഢന്മാർ ചെയ്യുന്ന പോലെയാണ്. ജ്ഞാനവും അറിവും ഇനി ഒന്നും കൂടെ പറയുന്നു, എന്താ? സന്തോഷം കൊടുക്കുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ, വീഞ്ഞും ധാന്യവും വർദ്ധിച്ചതിലും അധികം സന്തോഷം. ആമേൻ. അതെ, അവിടുന്ന് നൽകുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പാപിക്കോ ദൈവം വായിച്ചാട്ടെ. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാകുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. നോക്കിക്കേ, ഒരു പാപി കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ദൈവം തനിക്ക് പ്രസാദമുള്ളവൻ അനുഭവമാകുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ.
ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകം 14 അധ്യായം 17 വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. അവൻ എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അവൻ ദൈവം മനുഷ്യർക്ക് അനുഭവിപ്പാൻ അത് നൽകിയതല്ല, മനുഷ്യർ അനുഭവിക്കണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് തന്നതല്ല ആമേൻ അനുഭവിക്കണം, അല്ലെങ്കിൽ അത് തന്നെ ദൈവം എന്ത് ചെയ്യുന്നേ, ആഗ്രഹിക്കുന്നേ. പക്ഷെ ദൈവം തരാതെ നീയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യണ്ട, ബന്ധപ്പെടണ്ട. ഹല്ലേലൂയ. നീ നീതിയും രാജ്യവും അന്വേഷിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഇതെല്ലാം ദൈവം എന്ത് ചെയ്യും, നൽകി തരുമെന്ന്. ഹല്ലേലൂയ. അതെല്ലാം അനുഭവിച്ച് ആനന്ദിക്കുന്നത് തെറ്റാണെന്ന് ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ചിലർ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ ചിലർ സുഖലോലുപരമായി ജീവിക്കണമെന്ന് ഇതിനർത്ഥമില്ല. ആമേൻ. അതെ, സകലവിധ കൃപാവരങ്ങളും ജ്വലിച്ചു നിന്ന കൊരിന്ത്യ സഭയിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ അതേ 2-ാമത്തെ ലേഖനം എഴുതിയപ്പോൾ അതിന്റെ 8 അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അതെ, മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരണമെന്നല്ല, സമത്വം വേണമെന്നത്രേ. സമത്വമുണ്ടാകുവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, സമത്വം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ആമേൻ കുടുംബത്തിൽ അതെ, നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ കൂട്ടായ്മയിൽ ആമേൻ ഒരാള് അല്പം പ്രയാസം അനുഭവിക്കുന്നതുണ്ടെങ്കിൽ ആമേൻ നമ്മുടെ ഉള്ളതിൽ നിന്ന് ഒരല്പം എടുത്ത് കൊടുത്ത് അവരെയും കൈപിടിച്ചുയർത്തുവാനുള്ള മനസ്സ് വേണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവർക്ക് ധാരാളമായി തരുന്നു. ആമേൻ. അതേ ലേഖനം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണുന്നത്, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തരാകുന്നു. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി എന്ന് പറഞ്ഞാൽ പാടി കഴിയുമ്പോൾ ഇന്നത്തെ പാട്ടൊരു സുഖമില്ലായിരുന്നു. ആമീൻ. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇന്നത്തെ പ്രാർത്ഥന ഒരു സുഖമില്ലായിരുന്നു. ആമീൻ. പ്രസംഗിച്ചു കഴിയുമ്പോൾ ഇന്നത്തെ പ്രസംഗം ഒരു സുഖമില്ലായിരുന്നു. ആമീൻ. അതെ, നല്ല ഒരു ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പറയും ഇന്നത്തെ ഊണ ഒരു സുഖവും ഇല്ലായിരുന്നു. ആമീൻ. സുഖമായി കിടന്ന് നല്ല ഉറക്കവും കഴിഞ്ഞിട്ട് പറയും ഇന്നലത്തെ ഉറക്കമൊന്നും സുഖമായില്ലായിരുന്നു. ഹല്ലേലൂയ. നോക്കണമേ, നിങ്ങൾ സകലത്തിൽ എപ്പോഴും പൂർണ്ണ തൃപ്തരുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകും വരുമാറ് നിങ്ങളിൽ സകല കൃപ. അപ്പൊ ദൈവത്തിന്റെ കൃപ വേണം. സുഖമായിട്ട് ഉറങ്ങി ദൈവം എന്നെ ആമേൻ കിടത്തി ഉറക്കി അവനെന്നെ താങ്ങിയാൽ ഞാൻ എഴുന്നേറ്റിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നൽകിയ നല്ല ദാനങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ആമേൻ. പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തരാകുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ കാരാഗൃഹത്തിന്റെ ഫിലിപ്പിയൻ കാരാഗൃഹത്തിന്റെ അകത്തടത്തിൽ കടന്നുകൊണ്ട് താൻ കഷ്ടം അനുഭവിക്കുമ്പോൾ അത് വിശ്വസിച്ച് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന കഷ്ടപ്പെടുന്ന ദൈവമക്കളുടെ ബലത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെഴുതിയത് ഇങ്ങനെയാണ്. 4-ാം അധ്യായം 19-ാം വാക്യം, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. പ്രൈസ് ദി ലോർഡ്. അല്പം ബാക്കി വെച്ചിട്ട് തീർത്തു തരുമെന്നല്ല. ആമേൻ. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ആ വ്യക്തി തീർത്തു തരൂ എന്നല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും അറിയാവുന്ന ഒരു വ്യക്തിയുടെ ഫോൺ നമ്പർ എടുത്തിട്ട് ആ വ്യക്തിയോട് ആവലാതി പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ വ്യക്തി അറിയുന്ന രീതിയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിച്ചാൽ ആ വ്യക്തി തീർത്തു തരൂ എന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ വചനം എന്നോടൊന്ന് ചേർന്ന് പറഞ്ഞേ, എൻ്റെ ദൈവമോ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവമോ. പറഞ്ഞാട്ടെ, എൻ്റെ ദൈവമോ. ഹല്ലേലൂയ. ഉറങ്ങിയിരിക്കുന്നവരൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ, എൻ്റെ ദൈവമോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയോ ആമേൻ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്റെ ബുദ്ധിമുട്ടൊക്കെ പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അമ്മ കെരീത്തിലെ ആമൻ തോട്ടിലെ വെള്ളം വറ്റിയാലും
ഹല്ലേലൂയ. സാരാഫാത്തിലെ വിധവയുടെ ഉറവ നിന്നാലും പ്രൈസ് ദി ലോർഡ് ക്ഷേമമായി പോറ്റുവാൻ ശക്തനായ ദൈവം, ഏലിയാവിന്റെ ദൈവം. ഹല്ലേലൂയ. അല്ല, നമ്മുടെയും ദൈവം ഇന്ന് രാത്രി ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതെ, ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കർത്താവിൽ നമുക്ക് എന്ത് വേണം? ആശ വെക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആശ്രയിപ്പാനൊരു ദേഹിയുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. ആശ്രയിപ്പാനൊരു ദേഹിയുണ്ടെങ്കിലത് യാഹല്ലാതാരുമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ കർത്താവിൽ നമുക്ക് എന്ത് ചെയ്യാം? ആശ്രയിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ആശ്രയിക്കുന്ന, ആശ വെക്കുന്ന ഒരു ദൈവ പൈതലിന് നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായിരിക്കാൻ എന്ത് ചെയ്യരുത്? മറന്ന് പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് സൽപ്രവർത്തികളിൽ നാം സമ്പന്നരാകണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആത്മീയ സമ്പന്നതയുണ്ട്. ആമേൻ എന്ന് ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 21-ാം വാക്യത്തിൽ ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകും. പ്രൈസ് ദി ലോർഡ്. ചിലർ അധ്വാനിക്കുന്ന എന്തിനു വേണ്ടിയാണ്? തനിക്കും തൻ്റെ മക്കൾക്കും തൻ്റെ വീട്ടിലുള്ളവർക്കും. അതിനപ്പുറത്ത് ആരെങ്കിലും ആമേൻ കഴിക്കുന്നുണ്ടോ, എഴുന്നേറ്റിട്ടുണ്ടോ എന്നൊന്നും നോക്കാൻ എന്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അവരുടെ ധനം ഉപയോഗിക്കുന്നുവെങ്കിൽ അവർ അത് വെറുതെ വാരിയെറിഞ്ഞു കളയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദാനശീലരും ഔദാര്യമുള്ളവരും. ഇപ്പോൾ നാം എന്ത് ചെയ്യുന്നുവോ, എന്ത് നൽകുന്നുവോ, അവയെല്ലാം നമ്മുടെ ഭാവി നിത്യതയെ ശക്തമായി സ്വാധീനിക്കും. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരാൻ സമയമാഗതമായി. ഹല്ലേലൂയ. അവൻ കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. അവൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്തു എന്ത് നേടിയെന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. ഇന്ന് രാത്രി ദൈവം നിന്നെ ഏൽപ്പിച്ച താരന്ത് നീ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്തോ എന്ന് ചോദിക്കുന്ന സമയമാഗതമായി കൊണ്ടിരിക്കുകയാണ്. 2 കിട്ടിയവൻ 2 കൂടെ നേടി, 5 കിട്ടിയവൻ 5 കൂടെ നേടി, 1 കിട്ടിയവൻ കുഴിച്ചിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ കുഴിച്ചിട്ട ദാസനോട് പറഞ്ഞു, ആമേൻ അതെ, ആമേൻ ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് ഹല്ലേലൂയ നീ അവിശ്വസ്തനായതുകൊണ്ട് ആമേൻ കെടാത്ത തീയും ചാകാത്ത പുഴവുമുള്ള ദണ്ഡനത്തിലേക്ക് എന്ത് ചെയ്യുക? പിടിച്ചു കൊണ്ടുപോയി തള്ളിയിടാൻ പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ അധികത്തിന് വിചാരകനാക്കുന്ന ദൈവം ഹല്ലേലൂയ നിത്യതയിലേക്ക് ആമേൻ കൈപിടിച്ച് നടത്തുവാൻ തക്കവണ്ണം ഇടയാകുക. അനേക വ്യക്തികളും ധാരാളം ആമേൻ നന്മ പ്രവർത്തികൾ ചെയ്യാൻ കഴിയുന്ന അത് തങ്ങളുടെ സമ്പത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ശരിയായ കാര്യത്തിനല്ലാതെ ചെലവഴിക്കുകയോ ചെയ്യുന്നു എന്നത് ഒരു ദുഃഖകരമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 15 ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ: പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു തീരാത്ത ദാനങ്ങൾ അനുഭവിക്കുവാൻ കൃപ ലഭിച്ചവരാണ് ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. അവർ കഷ്ടതയിലും പാടും വേദനയിലും പാടും. എൻ്റെ ദൈവമോ അവിടുത്തെ ആമേൻ ദാനത്തിനൊത്തവണ്ണം അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം എന്ത് ചെയ്യും? തീർത്തത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം തന്റെ കയ്യിലുള്ളത് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിശുക്കനല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുന്നിൽ കാണുന്ന ഭൗതികമായ സമ്പത്തിലോ അത് മനുഷ്യരിലോ നാം ആശയും പ്രതീക്ഷയും വെക്കാതെ ദൈവത്തിൽ തന്നെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും വേണം. ആമേൻ. സന്തോഷമുള്ളവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആരെങ്കിലും ഒരാളെ നമ്മൾ പരിചയപ്പെട്ടിട്ട് ആമീൻ ആ പരിചയത്തിലൂടെ എല്ലാം പ്രതീക്ഷിച്ച് ആമീൻ പോകരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമീൻ എൻ്റെ ഈ ലോക ജീവിതത്തിൽ ആമീൻ 17-ാമത്തെ വയസ്സിൽ പൂർണ്ണമായി കർത്താവിന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാകുവാൻ ദൈവ സന്നിധി എന്നെ സമർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അന്ന് ഹല്ലേലൂയ മുതൽ ഇന്ന് വരെ ആമേൻ അതേ പരിഭവങ്ങളില്ലാതെ
ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ആവശ്യങ്ങൾ പറഞ്ഞ് മേടിക്കാതെ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കി അതേ കരയുമ്പോൾ കരയുന്ന കാക്കക്കുഞ്ഞിന് അതിൻ്റെതാകുന്ന തീനെത്തിച്ച് കൊടുക്കുന്ന സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നന്മകൾ നൽകി സന്തോഷിക്കുവാൻ ഇടയാക്കിക്കൊണ്ടിരിക്കുകയാ. ആമേൻ. ഈ കേരളത്തിലല്ല, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ആയിരിക്കുന്നവർക്കറിയാം. ആമേൻ. ലോക്ക്ഡൗൺ, ആമേൻ, മഹാമാരിയുടെ 3ാമത്തെ വകഭേദം എത്തിയിരിക്കുകയാ. എന്നാൽ ആദ്യം മഹാമാരി, ആമേൻ, അതെ, COVID-19 വന്നപ്പോൾ, ആമേൻ, അതെ, ലോക്ക്ഡൗൺ സമയത്ത്, ആമേൻ, എങ്ങനെ ഏത് നിലയിൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന അറിയില്ല. എന്നാൽ അതിനു മുമ്പ് ദൈവം, ആമേൻ, അതിന് തൊട്ട് മുമ്പത്തെ വർഷം ദൈവസന്നിധിയിൽ, ആമേൻ, ഉപവസിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഈ 17 വയസ്സ് തൊട്ടേ ദൈവം എന്നെ ശീലിപ്പിച്ചു. ആമേൻ. ജീവിതത്തിന്റെ നല്ല ഭാഗം ഉപവാസവും പ്രാർത്ഥനയും. അതുകൊണ്ടാണ് ശരീരം ഇങ്ങനെ, ആമേൻ, അതെ, ഗ്ലാമറായി തന്നെ നിൽക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ആരോഗ്യത്തോടെ നിൽക്കുന്നേ. യൗവനം പുതിയ വരത്തക്ക വിധത്തിൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ. നന്മ കൊണ്ട് തൃപ്തി വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപയാൽ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും തൊട്ടിട്ടില്ല, ഇനി തൊടാതിരിക്കാൻ. ആമേൻ. അഹങ്കാരത്തിന്റെ വാക്കല്ല. ആമേൻ. ദൈവം തന്റെ ഭക്തന്മാരെ ഒരു ദോഷവും കൂടാതെ എന്ത് ചെയ്യും? സൂക്ഷിക്കും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ആമേൻ. ഈ 17 വയസ്സ് തൊട്ട് ഈ 42 വയസ്സ് വരെയുള്ള സമയത്ത്, പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകല് ഏതാണ്ട്, ആമേൻ, 6 മണിക്കൂറോളം, ആമേൻ, അതെ, എന്നെയും എൻ്റെ ഭാര്യയും വിളിച്ച്, ആമേൻ, അതെ, മുറിയാതെ കണ്ട് ഒരു കുടുംബ പ്രശ്നത്തിൽ, ആമേൻ, ഒരു അഭിഷക്തന്റെ കുടുംബത്തിലെ ക്രമക്കേടുകൾ, ആമേൻ, ഞങ്ങൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ അവരുടെയൊക്കെ മുമ്പിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചാ, ദൈവത്തിന്റെ നടത്തിപ്പിനെ കുറിച്ചാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ആമേൻ, പലപ്പോഴായി ഉപവസിച്ചിട്ടുണ്ട്. കണക്കുകളൊന്നും പറഞ്ഞ് ഞാൻ പേരെടുക്കാനാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, ആമേൻ, ഓരോ ഉപവാസ പ്രാർത്ഥനയിലും, ആമേൻ, ആമേൻ, അത് മറ്റുള്ളവരുടെ, ആമേൻ, അത് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി, മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി, ഞാനും എൻ്റെ ദൈവവുമായിട്ട് സംസാരിക്കുവാൻ അത് ഇടയാകേണ്ടതിന് എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് കരയാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങിയപ്പോൾ, ആമേൻ, ദൈവശബ്ദം, ആമേൻ, കേൾക്കുവാൻ തുടങ്ങി. ആമേൻ. നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുന്നത്? ആമേൻ. ദൈവവചനം വായിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വായന കഴിഞ്ഞ്, ആമേൻ, കിടക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവം ഇടപെടാൻ തുടങ്ങി. ആമേൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. സൗഖ്യമായി വ്യാപരിക്കാൻ തുടങ്ങി. വിടുതലായി വ്യാപരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ചില പ്രിയപ്പെട്ടവരൊക്കെ വിളിച്ചിട്ട് പറയും, അഭിഷക്തരെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില വലിയ പ്രവർത്തികളൊക്കെ ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, നല്ല കാര്യം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യത്തെ 40 ഉപവസിക്കുന്ന സമയത്ത്, ആമേൻ, അതെ, സൗത്ത് ആഫ്രിക്കയിലുള്ള, ആമേൻ, അതെ, ഒരു നീഗ്രോ, ആമേൻ, എൻ്റെ വാട്സപ്പ് നമ്പർ എങ്ങനെയോ എടുത്തിട്ട്, ആമേൻ, ഇംഗ്ലീഷിൽ, ആമേൻ, ടൈപ്പ് ചെയ്തും വോയിസ് ക്ലിപ്പിലും ഒരു മെസ്സേജ് വിട്ടു. ദൈവദാസനെ, ആമേൻ, നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ, ആമേൻ, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ, ആമേൻ, അതെ, ലാസ്റ്റ് ദിവസവും ഞാൻ, എന്നാൽ ദൈവദാസൻ അത് 40 ഡേയ്സ് ഉപവസിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 21ാമത്തെ ദിവസം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുവെന്ന് പറഞ്ഞു കുറേ കാര്യങ്ങൾ, ആമേൻ, എനിക്ക് ഇംഗ്ലീഷിൽ വോയിസ് ക്ലിപ്പായിട്ടും ടൈപ്പ് ചെയ്ത് വിട്ടു. ആമേൻ. എൻ്റെ ഫോണിൽ വന്നപ്പോൾ ഞാനത് എടുത്തു. ആമേൻ. ആരാണ് എന്താണ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ തിരിച്ച് അദ്ദേഹത്തെ വീഡിയോ കോളിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ച ഇംഗ്ലീഷിനൊന്നും എനിക്ക് മറുപടി കൊടുക്കാൻ അറിയില്ല. പ്രൈസ് ദി ലോർഡ്. ലൈവിലൂടെ ഞാൻ എൻ്റെ ഉള്ള അവസ്ഥ പറയുക. എന്നാൽ ആമേൻ, എൻ്റെ സ്നേഹിതന്മാരെ ഞാൻ വിളിച്ചു. ആമേൻ. ഞാനിത് കാണിച്ചപ്പോൾ അവർ പറഞ്ഞത്, താങ്കൾ ഇവിടെ ഉപവസിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ആമേൻ. താങ്കൾക്ക് വേണ്ടി ഒരു നന്മയുടെ വാതിൽ ദൈവം തുറക്കാൻ പോകുകയാ. അത് വിദൂരമല്ല. ആമേൻ. താങ്കളുടെ കഷ്ടത, താങ്കളുടെ കണ്ണുനീര്, താങ്കളുടെ ബുദ്ധിമുട്ട്, താങ്കളുടെ മിനിസ്ട്രിയുടെ മുമ്പോട്ടുള്ള ഓരോ സ്റ്റെപ്പും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ 21ാമത്തെ ദിവസം അത് ഏറ്റെടുത്തിരിക്കുകയാ. ആമേൻ. അത് വരും ദിവസങ്ങളിൽ അനുഭവിക്കുവാൻ ദൈവം അവസരമൊരുക്കുകയാ. ആമേൻ. എനിക്ക് ആ ഭാഷ വലിയ പിടുത്തമില്ലാത്തത് കൊണ്ട്, ആമേൻ, ഇത് വ്യാഖ്യാനിച്ചു തന്ന മനുഷ്യനോട് ഞാൻ പറഞ്ഞു, ഇത് വലിയ സംഭവമായി പോയല്ലോ. ആമേൻ. അതെ, ആഫ്രിക്കയിലുള്ള നീഗ്രോയിലുള്ള ഒരു മനുഷ്യനിലൂടെ ദൈവം എന്നോട് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞാൻ ഓരോ ദിവസവും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ വിസ്താര ഭയത്താൽ ഞാൻ പേര് പറയുന്നില്ല, എൻ്റെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ്, ആമേൻ, എൻ്റെ മെസ്സേജ് പലപ്പോഴും ഒഴിവാക്കി വിട്ട ഒരു അഭിഷക്തൻ, അത് ഞാനറിയാതെ 40 ദിവസം അത് ദൈവസന്നിധിയിൽ ഭാഗികമായി ഉപവസിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. അങ്ങനെ എൻ്റെ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന്റെ അന്ന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവ് ശക്തമായി തന്നോട് ഇടപെട്ടു. അന്ന് ലൈവിൽ കയറി വന്നു. അദ്ദേഹം കയറി വന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നോട് പേര് പറഞ്ഞ് ദൈവശബ്ദം ആമേൻ കേൾപ്പിച്ചു. ആമേൻ താൻ എന്നെ വിളിച്ചു. ഹല്ലേലൂയ. ഞാൻ മറ്റൊരു വീട്ടിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആയിരുന്നത് കൊണ്ട് ഞാൻ അല്പം കഴിഞ്ഞ് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. തിരിച്ചു വിളിച്ചു. ആമേൻ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അതെ കെരീത്തിലിരുന്ന ആമേൻ അതെ ഏലിയാവിന് വേണ്ടി ഏലിയാവ് അറിയാത്ത ആമേൻ ഒരു ധനികനെ അല്ല ഒരുക്കിയത്. ആമേൻ അതെ അടുത്ത പ്രഭാതത്തിൽ ആത്മഹത്യയുടെ വാക്കിൽ നിൽക്കുന്ന ആമേൻ ഒരു ദരിദ്രയായ അത് വിധവയായ സ്ത്രീയാണ് ദൈവം ഒരുക്കിയത്. ഞാൻ പറയട്ടെ, സമ്പന്നതയുടെ മടിത്തട്ടിൽ കഴിയുന്ന വ്യക്തിയല്ല ദൈവം ഒരുക്കിയത്. അന്നെന്നുള്ളത് അനുഭവിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ച ഒരു അഭിഷക്തരോട് ദൈവം ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കൃപയാൽ ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു മനുഷ്യന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉപവസിക്കുന്നത് നല്ലതാ, പ്രാർത്ഥിക്കുന്നത് നല്ലതാ, പക്ഷെ നമ്മുടെ എയിം ധനം സമ്പാദിക്കുന്നതിനാകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ടാലന്റുകൾ പ്രതിഫലം ഇച്ഛിക്കാതെ കണ്ട്, പ്രിയമുള്ളവരെ, നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കിയാൽ, പേജ് നോക്കിയാൽ, ഗ്രൂപ്പ് നോക്കിയാൽ അറിയാം, ഒരു ദിവസം പോലും അതെ രോഗിയായി കിടക്കുവാൻ അനുവദിക്കാതെ ദൈവമേ എന്നെ നിർത്തണമേ, ദൈവം നൽകുന്ന ശുശ്രൂഷ ലോകത്തിന്റെ അറ്റത്തോളം ഞാൻ എത്തിക്കോളാം കൃപയാൽ അതെ ഈ നാളുകളിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ കണ്ട് ആമേൻ കർത്താവിന്റെ വചനം പ്രഘോഷിപ്പാൻ കർത്താവ് അവസരം ഒരുക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിമിത്തം അനേകർ സ്നാനപ്പെടുന്നു, അനേകർ ദൈവത്തെ അറിയുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൈത്താങ്ങലാകുന്നവരെ മറന്നു കളയുന്നവനല്ല ദൈവം. പക്ഷേ ഇതൊരു ഉപജീവന മാർഗമായി കണ്ടുകൊണ്ട് അവരുടെ ദൈവം വയറാന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇതെടുത്ത് നടക്കുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുപാടുമുണ്ട്. അതെ, പട്ടിണിയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ഒക്കെ ഞാൻ ശീലിച്ചിട്ടുണ്ടെന്ന്. ആമേൻ. ചിലര് കള്ള നിർത്തട വല്ല ആമേൻ അതെ തൊഴിലുറപ്പിനും പോടാ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്, കമന്റ് ഇടാറുണ്ട്. പക്ഷേ ഹല്ലേലൂയ, എന്റെ ദൈവം കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവമാണെന്ന് രുചിച്ചറിഞ്ഞ എനിക്ക് ആമേൻ അതെ ആ ദുഷ്ടന്റെ വാക്കുകളുടെ മുമ്പിൽ ഇത് അവസാനിപ്പിക്കാൻ ഒക്കത്തില്ല. കാരണം ദുഷ്ടന് അവസാനം സംഭവിക്കുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ കാണുന്ന ഭൗതികമായ സമ്പത്തിലോ മനുഷ്യരിലോ നാം ആശയും പ്രതീക്ഷയും വെക്കാതെ ദൈവത്തിൽ തന്നെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഒരാളെ കണ്ടിട്ട് ഒരാളെ പരിചയപ്പെട്ടിട്ട് ആമീൻ അവരോട് നമ്മുടെ സങ്കടവും ദുഃഖവും ഒക്കെ പറഞ്ഞാൽ അവർ നമ്മളെ സഹായിക്കുമെന്ന് എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ദൈവം കെരീത്തിലിരുന്ന ഏലിയാവിന് വേണ്ടി സാരഫാത്തിലെ വിധവ എന്ത് ചെയ്തു? വാസ്തവത്തിൽ വിധവയ്ക്ക് വേണ്ടിയാണ് ആമീൻ ഏലിയാവിനെ അങ്ങോട്ട് അയച്ചത്. എൻ്റെ ജീവിതം പറഞ്ഞാൽ അത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും നന്മ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ദൈവം എനിക്ക് തരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി രാപകലില്ലാതെ ആമീൻ അധ്വാനിക്കാൻ ദൈവം അവസരം ഒരുക്കിയിട്ടേ ആമീൻ അതെ കൈ നനയാതെ മീൻ പിടിക്കുന്ന പരിപാടിയല്ല പത്രോസിനോട് ദൈവം പറഞ്ഞത്. നീ പോയി എന്ത് ചെയ്യണം? ചൂണ്ടലിടണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടുന്ന് കിട്ടുന്നതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് നിനക്കും എനിക്കും വേണ്ടി എന്ത് ചെയ്യണം? കിട്ടുന്നത് കൊണ്ട് നീയും നിന്റെ അമ്മായിമ്മയും നിന്റെ അപ്പനും വല്യപ്പനും പിന്നെ മക്കളും കൂടെ തിന്നോടാന്നല്ല പറഞ്ഞത്. ആമീൻ. നിനക്ക് കിട്ടുന്നതിന്റെ ആമീൻ ഓഹരിയല്ല, ആമീൻ എനിക്കും വേണ്ടി ആമീൻ നിനക്കും എനിക്കും വേണ്ടി ചെലവാക്കണം. മനസ്സിലായവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, ദൈവത്തിൽ നിങ്ങളുടെ പൂർണ്ണ ആശ്രയം സ്ഥാപിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നത് അവന്റെ വിശ്വാസം നേടുന്നതിനും അവന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നതിനുമുള്ള തുടക്കമാണ്. ഹല്ലേലൂയ. തന്റെ മക്കളെ കുറിച്ചുള്ള ദൈവഹിതം അവരെ സമ്പന്നരാക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യേശു ക്രിസ്തു ദരിദ്രനായി തീർന്നതിൽ ആമേൻ അതിശയിക്കാനില്ല. അവന്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായി നിന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. മുഴുവനായും തന്നെ തന്നെ നൽകുന്നതിനുള്ള കൃപ യേശുവിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തനിക്കുള്ളതെല്ലാം സ്നേഹത്തിൽ യേശു നൽകുകയുണ്ടായി. ആയതിനാൽ യേശു എല്ലാവർക്കും ഒരു മാതൃകയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദരിദ്രനായി തീർന്നത് നമ്മെ സമ്പന്നനാക്കുവാൻ വേണ്ടിയാ. ഇതെല്ലാം ക്രിസ്തു ചെയ്തത് നിങ്ങൾ നിമിത്തം തന്നിൽ വിശ്വസിക്കുന്ന
ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയായിരുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ സുവിശേഷം നമ്മൾ അനേകരോട് പറയണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അനേകർക്ക് വേണ്ടി കൈ തുറന്ന് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ആമേൻ. ഔദാര്യം കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നാം സമ്പന്നർ ആകണം എന്ന് ക്രിസ്തു ആഗ്രഹിച്ചു. കേവലം സമ്പത്തിലല്ല, മറിച്ച് ആമേൻ ആത്മീയത്തിൽ നാം എന്ത് ചെയ്യണം? സമ്പന്നരാകണം. പ്രൈസ് ദി ലോർഡ്. നാം മക്കളെങ്കിലോ എന്ന് പറഞ്ഞാൽ ഈ ദൈവവചനത്തിന്റെ ആഴങ്ങൾ നമ്മൾ സമ്പന്നരാകണം. ആരാധനയിൽ നാം ആമേൻ അതേ സമ്പന്നരാകണം. പ്രാർത്ഥനയിൽ നമ്മൾ എന്ത് ചെയ്യണം? സമ്പന്നരാകണം. ആത്മീയ വിഷയങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? സമ്പന്നരാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടിയായിരിക്കണം ഉപവസിക്കേണ്ടത്, അതിനുവേണ്ടിയായിരിക്കണം അതേ പ്രാർത്ഥിക്കേണ്ടത്, അതിനുവേണ്ടിയായിരിക്കണം ദൈവശബ്ദം നാം ശ്രവിക്കേണ്ടത്. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് വേണ്ടി കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ കഷ്ടതയും ഈ ബുദ്ധിമുട്ടും ഈ പ്രയാസവും ഒക്കെ എന്തിനാ? നന്മയ്ക്കാക്കി തീർക്കാൻ പോവുക. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അവന്റെ ദാരിദ്ര്യത്താൽ ഇത് സാധ്യമാക്കി തീർത്തു. യേശു പാപികൾക്ക് വേണ്ടി മരിക്കുവാനായി എല്ലാം ഉപേക്ഷിക്കുവാൻ തയ്യാറാകാതിരുന്നുവെങ്കിൽ ഈ രക്ഷയുടെ സമ്പത്ത് ഒരുവനും ലഭിക്കില്ലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഈ രക്ഷയുടെ സമ്പത്ത് നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ക്രിസ്തു ദരിദ്രനായി ഈ ഭൂമിയിൽ ജനിപ്പാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും കൊടുക്കുന്ന വിഷയത്തിലും അപ്പോസ്തലന്മാർ യേശുവിന്റെ മാതൃകയാണ് സ്വീകരിച്ചത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം അങ്ങനെ ചെയ്യുന്നവരാണോ എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ സമ്പന്നരാക്കിയതിനു ശേഷം നിങ്ങളുടെ സമ്പത്തിൽ അവനിൽ ആശ്രയിക്കുവാനുള്ള ഒരു പ്രവണതയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ സമ്പത്തിൽ അവയിൽ ആശ്രയിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് ഇത് നന്നായി അറിയാമായിരുന്നു. അതിനാൽ തന്റെ ശുശ്രൂഷയിലെ ധനികരോട് ജാഗ്രത പാലിക്കാൻ അവൻ തിമോഥെയോസിനോട് എന്ത് ചെയ്യാണ്? ആവശ്യപ്പെടുകയാണ്. ഇന്ന് രാത്രി ജാഗ്രതയോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ധനികനായ ഒരു ചെറുപ്പക്കാരൻ അനിശ്ചിതമായ സമ്പത്തിൽ ആശ്രയിച്ചതിനാൽ സ്വർഗരാജ്യം നഷ്ടപ്പെട്ടുവെന്ന് ഓർക്കുക. മത്തായി സുവിശേഷം 19-ാം അധ്യായം 21, 22 ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. യേശു അവനോട്, സൽഗുണപൂർണൻ ആകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനെയും സ്നേഹിച്ചിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ പറഞ്ഞുവെങ്കിലും തന്റെ വലിയ സമ്പത്ത് തന്റെ മാത്രം ഉപയോഗത്തിനായി താൻ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. യേശു പറയുകയാണ്, നിങ്ങളുടെ അയൽക്കാരനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തികളിലൂടെ നിങ്ങൾ അത് തെളിയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാക്കുകൾ മാത്രം പോരാ. നാം എല്ലാവരും നമുക്കുള്ളതെല്ലാം വിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നാണോ യേശുവിടെ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. ആമേൻ. ദൈവത്തെ പിൻപറ്റുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന പാപം സമ്പത്തിനോടും ധനത്തിനോടുമുള്ള സ്നേഹമാണെങ്കിൽ അതെ എന്നാണ് അതിന്റെ ഉത്തരം. പ്രൈസ് ദി ലോർഡ്. എല്ലാ ശിഷ്യന്മാരും തങ്ങളുടെ ഹൃദയത്തിലുള്ളത് സകല കാര്യങ്ങളും ഉപേക്ഷിച്ച് ഹൃദയം അവന് കൊടുക്കണമെന്ന് യേശു ആവശ്യപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 33-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ട് പിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ആമേൻ. മനുഷ്യൻ നിവർത്തിക്കേണ്ട മറ്റൊരു കൽപ്പന കൂടിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അത് പ്രമാണിക്കുവാൻ ഈ മനുഷ്യന് കഴിഞ്ഞിരുന്നില്ല. ആമേൻ. ദൈവത്തെ സ്നേഹിക്കേണ്ട വിധം അവൻ സ്നേഹിച്ചിരുന്നുവെങ്കിൽ സന്തോഷത്തോടെ യേശു അവന് വേണ്ടി തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുമായിരുന്നു. ആമേൻ. അവൻ ദൈവത്തെയോ അയൽക്കാരെയോ വാസ്തവമായി സ്നേഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. അവൻ തന്നെയും തന്റെ സമ്പത്തിനെയും മാത്രമാണ് സ്നേഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതെ, ദരിദ്രരോടുള്ള യേശുവിന്റെ താല്പര്യം എന്താ? ആമേൻ. അതെ, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിന്റെ അഭിഷേകം ചെയ്യുകയാ, അവന്റെ ആത്മാവന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും. ഇന്ന് രാത്രി ചിലർ വിടുവിക്കപ്പെടട്ടെ, ചിലർ സൗഖ്യമാകട്ടെ, ചിലർ ആത്മീയമായി സമ്പന്നരാകട്ടെ. കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കട്ടെ. ആമേൻ. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാണ് കർത്താവിനെ അഭിഷേകം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ആമേൻ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാ. ആമേൻ. ഇന്ന് രാത്രി ദരിദ്രരായി ജനിച്ചതിൽ പരിഭവപ്പെടേണ്ട. നിങ്ങളെ നോക്കി കർത്താവ് പറയുന്നു, ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പിൻ, എന്നാൽ സകലവും നിങ്ങൾക്ക് ശുദ്ധമാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഉള്ളവനോട് പറഞ്ഞതാ, അകത്തുള്ളത്
ഭിക്ഷയായിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. പ്രൈസലോ. അകത്തിങ്ങനെ കൂട്ടി 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 വെച്ചിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവനോടല്ല പറഞ്ഞത്. ആമേൻ, അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പീൻ, എന്നാൽ സകലവും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ശുദ്ധമാകുമെന്ന് പറഞ്ഞു. ആമേൻ, അകത്ത് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ വീട്ടിൽ കുഷ്ഠം പോലെ പാപം, എവിടെ തൊട്ടാലും പ്രശ്നം, വേദന, രോഗം, ദുഃഖം, ദുരിതം. ഹല്ലേലൂയ. ഒരു ദിവസം പോലും സ്വസ്ഥതയോടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കഴിയാൻ പറ്റുന്നില്ല. ആമേൻ, നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. അയ്യോ, പിണങ്ങരുതേ. ആമേൻ, വീട്ടിലൊരു മംഗളകരമായ മുഹൂർത്തം നടക്കുമ്പോൾ നീ ക്ഷണിക്കേണ്ടത് ആരെയാ? ബെനസ് കാറുള്ളവനെ. ഹല്ലേലൂയ. കാണാൻ ആമേൻ മനോഹരമായ രീതിയിൽ അണിഞ്ഞൊരുങ്ങി വരുന്നവരെ. കർത്താവ് പറഞ്ഞു, നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, പ്രൈസ് ദി ലോർഡ്, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. നിന്റെ വീട്ടിലൊരു ബർത്ത്ഡേ വെക്കുമ്പോൾ, നിന്റെ വീട്ടിലൊരു കല്യാണം വെക്കുമ്പോൾ, നിന്റെ വീടൊരു ഹൗസ് വാമിംഗ് നടത്തുമ്പോൾ നീ അംഗവൈകലിനെ വിളിക്കുവോ? നീ മുടന്തനെ വിളിക്കുവോ? നീ കുരുടനെ വിളിക്കുവോ? നീ ദരിദ്രനെ വിളിക്കുവോ? ഹല്ലേലൂയ. നാണക്കേട് അല്ലേ? ഇമേജ് പോകുമല്ലേ? എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞു, നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാരെ, അംഗഹീനന്മാരെ, മുടന്തന്മാരെ, കുരുടന്മാരെ എന്നിവരെ ക്ഷണിക്കുക, എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. ആമേൻ, കാറുള്ളവനെയും ബംഗ്ലാവുള്ളവനെയും പ്രൗഢിയുള്ളവനെയൊക്കെ വിളിച്ചാൽ അവൻ വരുമ്പോൾ സ്റ്റാറ്റസോട് കൂടിയേ വരത്തുള്ളൂ. സ്റ്റാറ്റസ് ഉള്ളവരെ നോക്കി ലോകത്തിലുള്ള ധനവാന്മാർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന് രാത്രി ദാരിദ്ര്യരാണെന്നുള്ള കാരണത്താൽ അകറ്റി നിർത്തി, ശുശ്രൂഷയിലാകട്ടെ മറ്റ് കാര്യങ്ങളിലാകട്ടെ നിന്നെ ചേർത്ത് നിർത്തേണ്ടവർ അകറ്റി നിർത്തുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പറയുകയാണ്, എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതേ, കൂടെ പന്തിയിരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. അതേ, സ്വർഗത്തിലെ നിക്ഷേപത്തെ കുറിച്ചുള്ള ചിന്ത ഇന്ന് രാത്രി എത്ര പേർക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്? അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഹല്ലേലൂയ. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. ഈ മെസ്സേജ് കേട്ടിട്ട് ചിലപ്പം ഇതൊക്കെ എന്ത്, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ദുഃഖിച്ചു പോകുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് എന്ത് ചെയ്തു? ദുഃഖിച്ചു പോയി കളഞ്ഞെന്ന്. അപ്പൊ ഈ വചനം ഗുണമാകാത്തത് ആർക്കാ? സമ്പന്നന്മാർക്കാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പരീക്ഷയിൽ തോറ്റുപോയി എന്ന് മനസ്സിലാക്കി ആ യുവാവ് ദുഃഖിതനായി തീർന്നു. ഹല്ലേലൂയ. സ്നേഹിത, എന്തുകൊണ്ടാണ് നിന്റെ ദുഃഖം മാറാത്തെ? ഉള്ളതുപോലെ പറയുന്ന വചനം കേൾക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട്, അംഗീകരിക്കാൻ മനസ്സുമില്ലാത്തത് കൊണ്ട് ബഹു ദുഃഖങ്ങൾക്ക് നീ എന്ത് ചെയ്യുക? ബലിയാടായിക്കൊണ്ടിരിക്കുകയാ. അവന് നിത്യജീവൻ വേണം. ഹല്ലേലൂയ. അതോടൊപ്പം ഈ ജീവിതത്തിൽ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങളും സാധിക്കണമെന്നായിരുന്നു. ഈ തത്വം യേശു അംഗീകരിക്കില്ല എന്നവന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സമ്പത്തിനോടുള്ള ആസക്തി ശിഷ്യന്മാരുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ യേശു അനുവദിക്കുകയില്ല. ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സേവിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. നാം എല്ലാവരും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് യേശു പറയുന്നത്. ഹല്ലേലൂയ. വാസ്തവത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള സമ്പത്തോ ധനമോ അത് കൂടുതലായാലും കുറവായാലും അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതിൽ നാം നിരന്തരം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിത്യജീവൻ ചോദിച്ചുകൊണ്ട് തന്റെ അടുക്കൽ വന്ന ആ മനുഷ്യന് യേശു നൽകിയ മറുപടി നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിൽ വിശ്വസിപ്പിൻ, എന്നാൽ നിത്യജീവൻ പ്രാപിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ആമേൻ. യേശു അവനോട് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു വിധത്തിൽ അതുമാത്രമാണ് ഹല്ലേലൂയ അവന് രക്ഷയ്ക്കുള്ള ദൂത്. പ്രൈസ് ദി ലോർഡ്. ലോകകാര്യങ്ങൾ, നേട്ടങ്ങൾ ഇവയേക്കാൾ വിലപ്പെട്ടത് യേശുവാണെന്ന് മനസ്സിലാക്കി അവനെ തങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവായി സ്വീകരിക്കുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയാണ് യഥാർത്ഥ വിശ്വാസമെന്ന് അവൻ കാണിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി യഥാർത്ഥമായ വിശ്വാസം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കൂടാതെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള തങ്ങളുടെ സ്നേഹമില്ലായ്മയെ കുറിച്ച് മറ്റു കാര്യങ്ങളെ മുറുകെ പിടിക്കുന്നത് സംബന്ധിച്ചും മനുഷ്യർ അനുദപിച്ച് മനസ്സാന്തരപ്പെടണമെന്ന് യേശു ഉപദേശിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മത്തായി 3:2, 4:16. ഹല്ലേലൂയ. ക്രിസ്തുവിനും നിത്യജീവനും വേണ്ടി നമുക്കുള്ളതെല്ലാം നൽകുവാൻ നാം താല്പര്യപ്പെടുന്നു
അറിയപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഹല്ലേലൂയ ആമേൻ അതിനേക്കാൾ ഉപരി മറ്റുള്ള കാര്യങ്ങൾക്കാണ് നാം പ്രാധാന്യം കൊടുക്കുന്നതെന്ന്. പ്രിയരെ, ദൈവം നിങ്ങളെ സമ്പന്നനാക്കിയിട്ടുണ്ടെങ്കിൽ ഉയർന്ന ചിന്താഗതിക്കാരനോ അഹങ്കാരിയോ പൊങ്ങച്ചമോ ആയിരിക്കരുത്. മറിച്ച് താഴ്മയോടെ ദൈവത്തെ സേവിക്കുകയും ഹല്ലേലൂയ നിങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് ദൈവരാജ്യത്തെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെയും ആമേൻ അതേ അനേകരിലേക്ക് എത്തിക്കുവാൻ, ദരിദ്രരെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആമേൻ ഇവ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ നിധികൾ സ്ഥാപിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സ്വർഗത്തിൽ അവനോടൊപ്പം ചേരുന്നത് വരെ നിങ്ങളുടെ സമ്പത്ത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് വളരുമെന്ന് കർത്താവ് എന്ത് ചെയ്യാണ്? ഉറപ്പ് നൽകുകയാണ്. അതെ, കൃപകൾ പെരുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇന്ന് രാത്രി എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിശ്വസ്തനായ ദൈവം ഹല്ലേലൂയ ഇന്ന് രാത്രി അതേ നമ്മെ സമ്പന്നനാക്കുവാൻ അതേ പദ്ധതി ഉണ്ടെന്നുള്ള ആ സന്ദേശം നമ്മളെ കേൾപ്പിച്ചതിനായി ഹല്ലേലൂയ അതിനുവേണ്ടിയുള്ള സമ്പത്ത് തന്റെ ഭണ്ഡാരത്തിൽ ഉണ്ടെന്ന് കേൾപ്പിച്ചതിനായി ആമേൻ നന്ദിയോടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ രാജ്യത്തെയും അതേ സുവിശേഷത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് യേശുവിന്റെ നാമത്തിൽ സമൂഹത്തിലെ ദരിദ്രരും ദുർബലരുമായവരെ അതേ ശുശ്രൂഷിക്കുന്നതിനും ഹല്ലേലൂയ അവരെ നന്മയിലേക്ക് നയിക്കുവാനും ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം കൃപയാൽ നിറയ്ക്കട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എ. എൽ. ജോസ് അവர்கள் ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എ. എൽ. ജോസ് അവர்கள் ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, hallelujah, 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 hallelujah. Praise Jesus. Amen. Hallelujah, hallelujah. Praise the Lord. Hallelujah. Praise you, Jesus. Praise the Lord. Hallelujah. പരിശുദ്ധനായിരിക്കുന്ന നന്ദിയോടെ സ്തുതിക്കുന്നു. സ്വതം ചെയ്ത് കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ഹല്ലേലൂയ പ്രസംഗിക്കുവാൻ ദാസനായിരുന്നു ബലപ്പെടുത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് മനസ്സാന്തരവും അനേകർക്ക് വിടുതലും കർത്താവെ പ്രാപിച്ചെടുക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, പിന്നെ ദൈവത്തിന്റെ കൃപ ധാരാളമായി വർദ്ധിച്ചു വരേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരുടെ മേലും അന്ധകാരത്തിന്റെ ശക്തി മനയിൽ വിടുവിക്കപ്പെടുമാറാകട്ടെ. പൈശാച പോരാട്ടത്തിൽ മനയിൽ വിടുവിക്കപ്പെടുമാറാകട്ടെ. യേശുവിന്റെ മക്കളായി ആമേൻ കർത്താവെ ഞങ്ങളുടെ ആമേൻ മാറ്റപ്പെടുവാൻ സ്വർഗ്ഗം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടെ സന്തോഷത്തോടെ കർത്താവിന്റെ വരവെങ്കിൽ ഒരു കൂട്ടം ജനം അങ്ങയുടെ മണവാട്ടിയായി തീരുവാൻ സഹായിക്കേണ്ടതിനായി രാത്രി കേൾക്കപ്പെട്ട തിരുവചനങ്ങൾ അതിന് മൂലമായി കാരണമായി തീരട്ടെ. അല്ലെങ്കിൽ അങ്ങനെ കർത്താവ് ചെയ്തു ഓർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. കർത്താവെ, ദൈവസ്ഥാനത്ത് ഞാൻ ഒതുക്കണം. എല്ലാവിധമായ അനുഗ്രഹങ്ങളെ കർത്താവളെ നിറയ്ക്കണം. മഹത്വമെല്ലാം തിരുമിഴക്കണം. യേശു കർത്താവിന്റെ വലിയ രാവിലെ അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കണം. സ്വർഗ്ഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി ഇടപെട്ടു, കർത്താവിനോട് സംസാരിച്ചു എന്ന് ബോധ്യമുള്ളവർ ആമേൻ ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി അതിരുകളെ വിശാലമാക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ആമേൻ ഇന്ന് രാത്രി എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഈ സമയം വരെ ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും സ്നേഹദിനം പ്രയർ ഫാമിലിയുടെ നന്ദിയും വന്ദനവും അറിയിക്കുകയാണ്. ആമേൻ. അതെ, ഇന്ന് രാത്രി ആമേൻ നിങ്ങൾക്കിത് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അതെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. ആമേൻ. ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കുവാനും ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാകയാൽ അതിന്റെ പ്രതിഫലം ആമേൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകുവാനും തക്കവണ്ണം ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ
ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ആമേൻ. അത് ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലും 9 മണിക്ക് ശേഷം സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിലൂടെ, അനുദിച്ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ദൈവവചനം കൂട്ടായ്മയായിട്ട് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. ആമേൻ. രാത്രി സുഖകരമായ നിദ്ര ദൈവം ദാനമായി നൽകട്ടെ. ആമേൻ. പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ശുഭരാത്രി.